ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. നമസ്കാരം. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ദൃശ്യ ചാനൽ അവതരിപ്പിക്കുന്ന പോരാട്ടം 2025 മാന്യ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞങ്ങൾ എത്തി നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ പാലക്കുഴ ഗ്രാമപഞ്ചായത്തിലാണ്. തികച്ചും ഗ്രാമപ്രദേശമാണ് ഈ പ്രദേശങ്ങൾ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഇവിടെ ഭരണം നടത്തുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം ഈ ഗ്രാമപഞ്ചായത്തിൽ നടന്ന വികസന പ്രവർത്തനങ്ങളും നടക്കാതെ പോയ സംഭവങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യപ്പെടുകയാണ്. തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുകയാണ്. ഈ ചർച്ച തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരു ചർച്ച മാത്രമാണ്. എല്ലാ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന വിശിഷ്ട വ്യക്തികളെ പ്രേക്ഷകർക്കായി ഞാനൊന്ന് പരിചയപ്പെടുത്താം. പാലക്കുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ജയ കെ, പ്രതിപക്ഷത്തെ പ്രതിനിധീകരിച്ച് മേഴ്സി ജോസ്, UDFനെ പ്രതിനിധീകരിച്ച് സാജു വർഗീസ്, LDFനെ പ്രതിനിധീകരിച്ച് ജോഷി സ്കറിയ, NDA പ്രതിനിധീകരിച്ച് ദീപക് S. കൂടാതെ പഞ്ചായത്ത് മെമ്പർമാരും ദൃശ്യയുടെ പ്രേക്ഷകരും വോട്ടർമാരും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ഒരിക്കൽ കൂടി പ്രേക്ഷകരെ സ്വാഗതം ചെയ്തുകൊണ്ട് ആദ്യമായി പ്രസിഡന്റിലേക്ക്, കഴിഞ്ഞ 5 വർഷക്കാലം പാലക്കുഴ ഗ്രാമപഞ്ചായത്തിൽ നടന്ന പ്രധാന വികസന പ്രവർത്തനങ്ങളുടെ ഒരു ചുരുക്കരൂപം ഒന്ന് പറയുമോ? പാലക്കുഴ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വരുന്നത് 2020 ഡിസംബർ മാസം 20-ാം തീയതിയാണ്. കോവിഡിൻ്റെ വ്യാപനം വളരെ രൂക്ഷമായിരുന്ന കാലത്താണ് ഈ ഭരണസമിതി അധികാരത്തിൽ വരുന്നത്. ആദ്യമേ തന്നെ പഞ്ചായത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് കോവിഡിനെ പിടിച്ചു നിർത്തുക എന്നുള്ളത് തന്നെയായിരുന്നു. നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ മനുഷ്യരെയും എല്ലാ വിഭാഗം ജനങ്ങളെയും കോർത്തിണക്കിക്കൊണ്ട് നമ്മളുടെ എല്ലാവരുടെയും ജീവൻ സംരക്ഷിക്കുക, അതുപോലെ തന്നെ ജനങ്ങളെ അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ വീടുകളിൽ എത്തിച്ചു കൊടുക്കുക എന്നതടക്കമുള്ള പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ ഭരണസമിതി അംഗങ്ങളുടെയും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ മുഴുവനായ ജനങ്ങളുടെയും സഹകരണത്തോടു കൂടി നടപ്പാക്കാനായിട്ട് സാധിച്ചു. കോവിഡിൻ്റെ വ്യാപനം കഴിയുന്നതോടുകൂടി തന്നെ പഞ്ചായത്ത് ആ വർഷം തുടങ്ങി ഏറ്റെടുത്തിട്ടുള്ള എല്ലാ പദ്ധതികളും 100% വിജയത്തിലേക്ക് എത്തിക്കുന്നതിനും 100% ഫണ്ട് ചെലവഴിക്കുന്നതിനും ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചു. തുടർച്ചയായിട്ട് 4 വർഷവും സ്വരാജ് ട്രോഫി, എറണാകുളം ജില്ലയിലെ മികച്ച ഗ്രാമപഞ്ചായത്ത് എന്ന ബഹുമതി നേടിയെടുക്കുന്നതിന് ഈ പഞ്ചായത്തിന് സാധിച്ചു. അതുപോലെ തന്നെ മാലിന്യമുക്ത രംഗത്തെ പ്രവർത്തനങ്ങൾക്ക് എറണാകുളം ജില്ലയിലും പാമ്പാക്കട ബ്ലോക്കിലും, എറണാകുളം ജില്ലയിൽ തന്നെ 2-ാം സ്ഥാനവും അതുപോലെ തന്നെ പാമ്പാക്കട ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് 1-ാം സ്ഥാനവും കരസ്ഥമാക്കി. അതുപോലെ തന്നെ പഞ്ചായത്ത് അതിദരിദ്രരില്ലാത്ത പഞ്ചായത്ത് എന്ന ബഹുമതി നേടി. അതുപോലെ തന്നെ ഡിജിറ്റൽ സാക്ഷരത 100% ഈ പഞ്ചായത്തിന് കൈവരിക്കാനായിട്ട് സാധിച്ചു. 100% പദ്ധതി വിഹിതം ചെലവഴിക്കുക, 100% SC പട്ടികജാതി വികസന ഫണ്ട് ചെലവഴിക്കുക. അതുപോലെ തന്നെ സമസ്ത മേഖലയിലും വയോജന സൗഹൃദമായിട്ടും ബാല സൗഹൃദമായിട്ടും ഒക്കെ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതിന് ഈ പഞ്ചായത്തിന് സാധിച്ചു. തുടർച്ചയായി ISO നേടിയെടുക്കുന്നതിന് സാധിച്ചു. അങ്ങനെ എല്ലാ മേഖലയിലും ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ, എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് നടപ്പാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് പഞ്ചായത്തിന് സ്വരാജ് ട്രോഫി നേടിയെടുക്കാനായിട്ട് സാധിച്ചത്. ആരോഗ്യ മേഖലയിലും കാർഷിക മേഖലയിലും കാർഷിക മൃഗസംരക്ഷണ മേഖലയിലും അതോടൊപ്പം കുടിവെള്ളത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും മാലിന്യമുക്ത രംഗത്താണെങ്കിലും ഒട്ടേറെ മുന്നോട്ട് പോകാനായിട്ട് ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും കാർഷിക മേഖലയിൽ തന്നെ തരിശായിട്ടുള്ള പാടങ്ങളെല്ലാം ഏറ്റെടുത്ത് കൃഷി ചെയ്യുകയും നാമമാത്രമായി ഏകദേശം 4 ഹെക്ടറോളം മാത്രം നെൽകൃഷി ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ 16 ഹെക്ടറോളം സ്ഥലത്തേക്ക് നെൽകൃഷി വ്യാപിപ്പിക്കുന്നതിനും സമ്മിശ്ര കൃഷിയിലടക്കം വലിയ മുന്നേറ്റം കൊണ്ടുവരുന്നതിനും കാർഷിക മൃഗസംരക്ഷണ മേഖലയിൽ തന്നെ ഒട്ടേറെ വ്യക്തിഗത ആനുകൂല്യങ്ങളടക്കം നൽകിക്കൊണ്ട് ഈ പഞ്ചായത്തിന് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചു. ആരോഗ്യ മേഖലയിലും അതുപോലെ തന്നെ കോവിഡ് രംഗത്തെ മികച്ച പ്രവർത്തനത്തിന് അതുപോലെ തന്നെ നമുക്ക് പുതിയ സബ് സെൻ്ററുകൾ ആരംഭിക്കുന്നതിനും പുളിക്കമാലിയിൽ പുതിയ സബ് സെൻ്റർ ആരംഭിച്ചു.
ഉപ്പുകണ്ടത്ത് നമ്മുടെ സബ് സെൻറ്ററിൻ്റെ നവീകരണം നടപ്പാക്കി. അതുപോലെ തന്നെ പാലക്കുഴയിൽ 52 ലക്ഷം രൂപയുടെ പുതിയ സബ് സെൻറ്റർ ഈ മാസം തന്നെ ഈ നവംബർ മാസം 1-ാം തീയതി നമുക്ക് ഉദ്ഘാടനം ചെയ്യാനായിട്ട് സാധിക്കുന്ന രീതിയിലേക്ക് അതിൻ്റെ പ്രവർത്തനം. ഈ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെ പോകുന്നു? ഹരിതകർമ്മസേന ഞാനിവിടെ സൂചിപ്പിച്ച പോലെ തന്നെ കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ മികച്ച രീതിയിൽ പ്രകടനം കാഴ്ചവെക്കാൻ പാലക്കാട് ഗ്രാമപഞ്ചായത്തിന് സാധിച്ചു. അത് വൃത്തി 2025 എന്ന തിരുവനന്തപുരത്ത് നടന്ന പ്രോഗ്രാമിൽ പാലക്കാട് പഞ്ചായത്ത് അവിടെ പങ്കെടുക്കുകയും അതിനു വേണ്ടുന്ന മെഡൽ നേടുകയും പുരസ്കാരം നേടുകയും ചെയ്തിട്ടുള്ളതാണ്. കൂടാതെ കുടുംബശ്രീ വനിതകളെ നമ്മൾ സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ പഞ്ചായത്ത് പ്രത്യേക പദ്ധതികൾ കുടുംബശ്രീക്ക് വേണ്ടി വനിതകൾക്ക് വേണ്ടി നടപ്പാക്കിയിട്ടുണ്ട്. അതുകൂടാതെ കുടുംബശ്രീക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് 1,09,00,000 രൂപയുടെ പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പാക്കിയിട്ടുണ്ട്. വീണ്ടും വരാം. മേഴ്സി ജോസ്, കഴിഞ്ഞ 5 വർഷക്കാലം സമഗ്ര മേഖലയിലും വലിയ വികസനമാണ് പ്രസിഡന്റ് അവകാശപ്പെടുന്നത്. നമ്പർ 1 പഞ്ചായത്ത് എന്നാണ് പ്രസിഡന്റിന്റെ വർത്തമാനത്തിലൂടെ ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നത്. എങ്ങനെ നോക്കിക്കാണുന്നു കഴിഞ്ഞ 5 വർഷക്കാലത്തെ? കഴിഞ്ഞ 5 വർഷത്തെ കാലത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, കൃഷി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പാടങ്ങളിൽ നടത്തിയിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അത് 5-ാം വാർഡിൻ്റെ കണ്ണാടികണ്ടം പാടം തരിശു ഭൂമിയായിട്ട് കിടന്നതായിരുന്നു. അത് കൃഷിയോഗ്യമാക്കി. എങ്കിൽ തന്നെയും അതിൻ്റെ അകത്ത് അവർക്ക് വേണ്ടത്ര ആനുകൂല്യങ്ങൾ കിട്ടിയില്ല എന്ന് പറയുന്നു. അവരുടെ പാടങ്ങൾ പാട്ടത്തിനായിട്ട് എടുത്തിട്ട് അവരുടെ പൈസകൾ കിട്ടിയില്ല എന്ന് പലരും അതിൻ്റെ പരാതികൾ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വർഷം, കഴിഞ്ഞ വർഷം മാത്രമാണ് പഞ്ചായത്ത് ഏറ്റെടുത്ത് കൃഷിഭൂമി നടപ്പിലാക്കിയിട്ടുള്ളത്. ഈ വർഷം അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഈ പ്രാവശ്യം സ്വന്തമായിട്ടൊക്കെ അവർ ഏതാനും ഭാഗങ്ങളിൽ ഏതാനും വ്യക്തികൾ മാത്രമാണ് കൃഷി ചെയ്തിരിക്കുന്നത്. പിന്നെ 100% എല്ലാ പദ്ധതികളും നടപ്പിലാക്കി എന്ന് പറയുന്നു. 100% പദ്ധതികൾ നടപ്പിലാക്കി എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. എന്താണെന്ന് വെച്ചാൽ കുടിവെള്ള പദ്ധതിയെക്കുറിച്ച് പറഞ്ഞു. അത് നമുക്ക് ജലജീവൻ മിഷന്റെ 100% ചെലവാക്കപ്പെട്ടു എന്നാണ് പറഞ്ഞത്. പ്ലാൻ ഫണ്ട് അതിൽ എതിർപ്പുണ്ടോ? ചെലവാക്കി എന്ന് പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ പിന്നെ അത് ചെലവാക്കിയില്ല എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഒരു ഇതാണല്ലോ എഴുതി വെച്ചിരിക്കുന്നത്. അത് ഏത് വിധേന ചെലവാക്കിയ പല ഫണ്ടുകളും പ്ലാനുകളും മാറ്റി ചെലവഴിച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും ആക്ഷേപം പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഉന്നയിച്ചിട്ടുണ്ടോ? പഞ്ചായത്ത് കമ്മിറ്റിയിൽ ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞാലും ഞാനും പ്രതിപക്ഷത്തിരിക്കുന്ന ഞങ്ങൾ 2 വ്യക്തികൾ മാത്രമുള്ളൂ. പറഞ്ഞാലും വിലപ്പോവില്ല. കാരണം ഒരു തരി മതി എന്ന് നമ്മൾ പറഞ്ഞ കേട്ട പോലെ ഒരാൾ മതി. 13 പേരുടെ ഇടയിൽ ഒരാളാണ് നിൽക്കുന്നത്. ഒരു കൂണ് മുളച്ച് നിൽക്കുന്ന മാതിരി ഒരു വ്യക്തി മാത്രം. ഓക്കെ, വീണ്ടും താങ്കളിലേക്ക് വരാം. ജോഷിസ്കറിയ, പദ്ധതി വിഹിതം 100% ചെലവാക്കിയില്ല എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. പിന്നെ ഭൂമികൾ ഏറ്റെടുത്തതിൽ നിന്ന് പൈസ പൂർണ്ണമായും കൊടുത്തിട്ടില്ല എന്നൊക്കെ പറയുന്നു. എങ്ങനെ നോക്കി കാണുന്നു കഴിഞ്ഞ 5 വർഷക്കാലത്തെ? യഥാർത്ഥത്തിൽ രാഷ്ട്രീയ ആരോപണമാണെങ്കിൽ മറുപടി പറഞ്ഞാൽ മതി. പഞ്ചായത്ത് പ്രസിഡന്റ് വികസന നേട്ടങ്ങൾ പറഞ്ഞു. തരിശായി കിടന്ന പാടം ഒരു സമയത്താണ് ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്ത് ആ കൃഷി നടത്തിക്കൊണ്ട് പോകാൻ കഴിയുക. പിന്നീട് കൃഷിക്കാരെ കണ്ട് ഏറ്റെടുപ്പിച്ച് പ്രവർത്തനങ്ങൾ നടത്തണം. വാർഡ് മെമ്പർ കൂടിയായ മേഴ്സിക്ക് ഒഴുകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ കാര്യത്തിൽ ആ പ്രവർത്തനം തുടർന്നുകൊണ്ട് പോകാൻ പിന്നീട് കൃഷിക്കാരുടെ സംഘടന ഉണ്ടാക്കി കൃഷിക്കാരെ യോജിപ്പിച്ച് അത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയാണ് വേണ്ടത്. പഞ്ചായത്തിൻ്റെ വികസന നേട്ടങ്ങൾ രേഖയിലുള്ളതാണല്ലോ. കണക്ക് തന്നെയല്ലേ. അതിനകത്ത് എങ്ങനെയെങ്കിലും ചെലവഴിച്ചു എന്ന് പറയാൻ അങ്ങനെ വകമാറ്റി ചെലവഴിക്കേണ്ട അവസ്ഥയും പാലക്കാട് പഞ്ചായത്തിലില്ല. വാട്ടർ അതോറിറ്റിയുടെ കുടിശ്ശിക അടയ്ക്കാനില്ല. ഇലക്ട്രിസിറ്റി ബില്ല് വലിയ തോതിലില്ല. അതൊക്കെ കഴിഞ്ഞ ടൈമിൽ തന്നെ കഴിഞ്ഞ 5 വർഷക്കാലവും ഇടതുപക്ഷം തന്നെയാണ് ഭരിച്ചത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ദൃശ്യയുടെ ഈ പ്രോഗ്രാം ഇല്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. കോവിഡിൻ്റെ പശ്ചാത്തലം കൂടിയാണല്ലോ. അതുകൊണ്ട് അത്തരം ഡിബേറ്റുകൾ നടന്നില്ല. ആ സന്ദർഭത്തിലുൾപ്പെടെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പരിഹാരം കണ്ടിരുന്നു. 2 കോടിയിലധികം കിടന്ന കുടിവെള്ളത്തിൻ്റെ വാട്ടർ കുടിശ്ശിക 44 ലക്ഷമാക്കി പൂർണ്ണമായി അടച്ചു തീർത്ത് അത്തരം ബാധ്യതകളില്ലാത്ത പഞ്ചായത്തായി മാറിയത് 2015-20 ഭരണസമിതിയുടെ കാലത്താണ്. ആ ഭരണസമിതിയും ഈ തുടർന്നു വന്ന ഭരണസമിതിയും ഏറെ വികസന നേട്ടങ്ങൾ കൈവരിച്ച, ഏറെ അവാർഡുകൾ വാങ്ങിക്കൂട്ടിയ, 100% പദ്ധതി വീതം പൂർണ്ണമായും ചെലവഴിച്ച, ഇവിടെ ചോദിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് പറയേണ്ടിയിരുന്നതാണ്, യൂസർ ഫീ ഹരിതകർമ്മസേനയുടെ 100% യൂസർ ഫീ പിരിച്ച പഞ്ചായത്ത് കൂടിയാണ് പാലക്കാട്. അത് ആദ്യഘട്ടത്തിലേക്ക് എത്തിയ പഞ്ചായത്തുകളിൽ ഒന്നാണ് പാലക്കാട്. അപ്പോൾ അത്തരം കാര്യങ്ങളിലെല്ലാം പഞ്ചായത്തിന് മികവുണ്ട്. ആ മികവിൻ്റെ കൂടി നേട്ടം ഈ പ്രവർത്തനങ്ങളിലെല്ലാം ഉണ്ട്. അതങ്ങനെ തന്നെ പോകും. അത് പറയുമ്പോൾ എനിക്ക് രാഷ്ട്രീയമായി ഒരു കാര്യം പറയാനുള്ളത്, ഈ ഒരു തലമല്ലാതെ ബ്ലോക്ക് പഞ്ചായത്തും ഇടതുപക്ഷ ജനാധിപത്യത്തിന് ഭരിക്കുന്നതാണ്. ജില്ലാ പഞ്ചായത്ത് പഴയ പ്രസിഡന്റ് ഇവിടെ ഉണ്ട്.
തനതായ അദ്ദേഹം ചില പദ്ധതികൾ ഏറ്റെടുത്ത് എന്നല്ല, ജോയിൻറ്റ് പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാൻ മുൻകൈ എടുക്കേണ്ടത് ഉപരി സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന പഞ്ചായത്ത് തലങ്ങളാണ്. ജില്ലാ പഞ്ചായത്താണ്, ബ്ലോക്ക് പഞ്ചായത്താണ്. ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും ചേർന്ന് ഏറ്റെടുത്ത ജിംനേഷ്യം പോലുള്ള വലിയ പ്രോജക്റ്റുകൾ ഇവിടെയുണ്ട്, നിരവധിയായ പദ്ധതികളുണ്ട്. അപ്പോൾ അത്തരം ഒരു ജോയിൻറ്റ് പ്രോജക്റ്റുകൾ ABC പ്രോഗ്രാം അല്ലാതെ ഒരു ജോയിൻറ്റ് പ്രോജക്റ്റ് ഉണ്ടായില്ല എന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. MLA MPയും UDFിൻ്റെ പ്രതിനിധികളാണ്. ഇത്ര മോശം PWD റോഡുകളുള്ള വഴികൾ ഉള്ള ഒരു ഗ്രാമപഞ്ചായത്ത് വേറെ കാണില്ല. ആനുവൽ മെയിൻ്റനൻസ് ഫണ്ട് ഉണ്ടല്ലോ, ആനുവൽ മെയിൻ്റനൻസ് ഫണ്ട് കൃത്യമായി വാങ്ങിയെടുക്കാനും അത് നടപ്പിലെടുത്താനും ഓട്ടയടച്ചത് വീണ്ടും വെട്ടിപ്പൊളിഞ്ഞ് ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് തൊടുപുഴ പ്രവർ റോഡിൻ്റെ ഭാഗമായിട്ടുള്ള കരിമ്പുഴ മുതൽ മാറുക വരെയുള്ള നമ്മുടെ പഞ്ചായത്തിലൂടെ കടന്നു പോകുന്ന റോഡ് ഏറ്റവും മോശപ്പെട്ട സ്ഥിതിയിലേക്ക് വീണ്ടും എത്തി. വഴിയാത്രക്കാർ നിരന്തരമായ അപകടത്തിലേക്ക് എത്തുന്നു. കേരളത്തിലെങ്ങും ഇത്രയും മോശപ്പെട്ട നിലയിൽ PWD റോഡുകളുടെ സ്ഥിതിയില്ല. അതിലൊക്കെ കുറേ ശ്രദ്ധ കൊടുക്കേണ്ടിയിരുന്നതാണ്. MPയുടെയും MLAയുടെയും ഏതെങ്കിലും ഒരു വലിയ പ്രോജക്റ്റുകൾ, അതാണ് പ്രധാനം. ഗവൺമെൻറ് തന്നെ മുൻകൈ എടുത്ത് കിബി വഴി നടപ്പാക്കാൻ തീരുമാനിച്ച പ്രോജക്റ്റ് തന്നെ താൽക്കാലികമായി ഡ്രോപ്പ് ചെയ്തു. എന്തുകൊണ്ടാണ് ഡ്രോപ്പ് ചെയ്യണത്? അതിന് ഫോളോ അപ്പ് ഉണ്ടാകുന്നില്ല. ഫോളോ അപ്പ് ഉണ്ടാകേണ്ടത് ഈ നിയോജകമണ്ഡലത്തെ പ്രധാനം ചെയ്യുന്ന MLAയുടെ ഭാഗത്തു നിന്ന്. ആ ഫോളോ അപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ആ പദ്ധതി 452 കോടി രൂപ ഭൂമി ഏറ്റെടുക്കുന്നതിന് മാത്രം മാറ്റിവെച്ചതാണ്. അത്തരം പദ്ധതികൾ ലക്ഷ്യബോധത്തോടെ വലിയ പദ്ധതികൾ ഏറ്റെടുത്ത് പോകാൻ കഴിഞ്ഞില്ല എന്നൊരു കുറവ് കൂടിയുണ്ട്. പാലക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ കുടിവെള്ള പ്രശ്നത്തിനൊക്കെ ഏറെക്കുറെ പരിഹാരം കണ്ടുവരികയാണ്. പിന്നെ അടുത്ത ഘട്ടം ജലസേചന സൗകര്യങ്ങളാണല്ലോ. ആ ജലസേചന സൗകര്യം ഉണ്ടാകണമെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും ഇതുപോലുള്ള MP MLA പോലുള്ള ജനപ്രതിനിധി അടക്കം കൂട്ടായ ഒരു ഇടപെടലിലൂടെ അത്തരം വലിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാൻ കഴിയൂ. കാർഷിക മേഖല സമ്പൂർണ്ണമായും കാർഷിക മേഖലയ്ക്ക് അകത്ത് നിൽക്കുന്ന പഞ്ചായത്ത് എന്ന നിലയിൽ അത്തരം പ്രശ്നങ്ങളെ അങ്ങനെ അഡ്രസ്സ് ചെയ്യാൻ ജോയിൻറ്റ് പ്രോജക്റ്റുകൾ എടുക്കാൻ കഴിയാതെ പോയ ഒരു കാലം കൂടിയാണ് എന്നത് പ്രധാനമാണ്. പഞ്ചായത്ത് തനതായി അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് പൂർത്തീകരിച്ചു എന്നത് മാത്രമേ ഉള്ളൂ. മറ്റു പ്രവർത്തനങ്ങളിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. ഓക്കെ, വീണ്ടും താങ്കളിലേക്ക് എത്താം. സാജു വർഗീസ്, MP MLA 1 രൂപയുടെ ഫണ്ട് പോലും കൊടുക്കുന്നില്ല എന്നാണ് അദ്ദേഹം ഒരാക്ഷേപം ഉന്നയിച്ചത്. റോഡുകളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നു, ആ ഒരു സ്ഥിതിയിലേക്ക് നിൽക്കുകയാണ്. എങ്ങനെ നോക്കിക്കാണുന്നു കഴിഞ്ഞ 5 വർഷക്കാലത്തെ? കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് LDF ആണ് പാലക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണം കൈയാളുന്നത്. അതിൽ അനേക അവാർഡുകളൊക്കെ കരസ്ഥമാക്കി എന്ന് നമ്മൾ അറിയുന്ന പത്രമാധ്യമങ്ങളിലൂടെ അറിഞ്ഞു. അതെല്ലാം വളരെ നല്ല കാര്യം തന്നെ. പൂർണ്ണമായിട്ടുള്ള ഫണ്ടുകളെല്ലാം ചെലവഴിച്ച് പ്ലാൻ ഫണ്ടും മറ്റ് ഫണ്ടുകളെല്ലാം പൂർണ്ണമായി ചെലവഴിച്ചു. ആ ചെലവഴിച്ചത് ഏത് വിധേനയാണ് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലാണോ ചെലവഴിച്ചത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പല കാര്യങ്ങളും 2015 മുതൽ 2020 വരെയുള്ള കാലഘട്ടത്തിൽ ശ്രീ ജോഷി സ്കറിയയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയായിരുന്നു പാലക്കാട് പഞ്ചായത്ത് ഭരിച്ചിരുന്നത്. ആ കാലഘട്ടത്തിൽ തുടങ്ങി വെച്ച പല പദ്ധതികളും അതിനൊരു തുടർ പദ്ധതി ഇല്ലാതെ പോയിക്കൊണ്ട്, ഉദാഹരണത്തിന് സാധാരണ ജനങ്ങൾക്ക് ഏറ്റവും വളരെ പ്രധാനമായിട്ടുള്ള നമ്മുടെ സോളാർ ലൈറ്റുകൾ പാലക്കാട് പഞ്ചായത്തിൻ്റെ വിവിധ കവലകളായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥാപിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു മെയിൻ്റനൻസ് സാധാരണയിൽ നടക്കാതെ അതൊരു പദ്ധതി നടപ്പാക്കുമ്പോൾ അതിൻ്റെ മെയിൻ്റനൻസ് കൂടി നടപ്പാക്കിക്കൊണ്ട് ആ ലൈറ്റുകളെല്ലാം എനിക്ക് തോന്നുന്നു ലക്ഷക്കണക്കിന് രൂപ മുടക്കി ആ ലൈറ്റുകളെല്ലാം സ്ഥാപിച്ചത് ഇപ്പോൾ ഒന്നും വർക്ക് ചെയ്യാത്ത ഒരു പ്രത്യേക സാഹചര്യങ്ങൾ. ആ ഫണ്ടുകൾ ലാപ്സാക്കി എന്നുള്ളതാണ് പ്രത്യേകം പറയാനുള്ളത്. ഏത് പദ്ധതി നടപ്പാക്കുമ്പോഴും തുടർ പദ്ധതിയായിട്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള പദ്ധതികളാണ് നടപ്പാക്കേണ്ടത്. അതുകൂടാതെ ഇപ്പോൾ MP MLA ഫണ്ടുകൾ വിനിയോഗിച്ചില്ല എന്ന് പറയുന്നു. ഇവിടെ പാലക്കാട് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം MPയോ MLAയോ ഒരു പരിപാടികളും ക്ഷണിക്കുകയോ അവരെ വിളിച്ചു വരുത്തിയ കൂടിയാലോചിച്ച് ഒരു ഭരണസമിതി അധികാരത്തിൽ കയറുമ്പോൾ ആ ജനങ്ങളുടെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കുന്നതിന് അവിടെ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ജനപ്രതിനിധികൾ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് പോകേണ്ടതാണ്. ഇവിടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റ് ഉണ്ടായിരുന്നു, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുണ്ട്, MP ഉണ്ട്, MLA ഉണ്ട്. അവരെയൊന്നും കൂടിയാലോചിക്കുന്നതിലോ മറ്റ് പ്രധാനപ്പെട്ടുള്ള പദ്ധതികൾ നടപ്പാക്കുമ്പോൾ അവരോട് കൂടി ആലോചിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് ഖേദകരമാണ്. കാരണം ഒരു നാടിൻ്റെ വികസനം എന്ന് പറയുന്ന എല്ലാ ജനപ്രതിനിധികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഒന്നിച്ചു പോകേണ്ടതാണ്. മത്സരത്തിൽ നിൽക്കുമ്പോൾ മാത്രമേ അവരെ അത് രണ്ട് ചേരിയായിട്ട് നോക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ വികസന കാര്യങ്ങളിലെല്ലാം ഇപ്പോൾ ഈ പറയുന്ന മാറിയ കരിമല മുതൽ മാറിയ വരെയുള്ള ഭാഗങ്ങളിൽ അവിടെ ഇപ്പോൾ ഏകദേശം 5 കോടിയിൽ പരം തുക ഇപ്പോൾ നീക്കി വെച്ചിട്ടുണ്ട്. ഈ വർഷം തന്നെ MLA അതിനുള്ള ഫണ്ടുകൾ നീക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്മാർട്ട് വില്ലേജായിട്ട് പാലക്കുഴ വില്ലേജിനെ ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്.
അതിനെല്ലാം അതുപോലെയുള്ള പ്രവർത്തനങ്ങളെല്ലാം MP ആയാലും MLA ആയാലും വളരെയധികം കാര്യങ്ങൾ പാലക്കുഴയ്ക്ക് വേണ്ടി ചെയ്യുമായിരുന്നു. ഇതിൽ കൂടുതൽ ചെയ്യുമായിരുന്നു. ഈ പഞ്ചായത്ത് ആ ഭരണസമിതി അവരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഉണ്ടായിരുന്നു. അവരെ പോലെ ഒരു കാര്യത്തിലും പങ്കെടുപ്പിക്കാതെ മുമ്പോട്ട് പോയ ഒരു ഭരണസമിതിയായിരുന്നു. പിന്നെ ഇവിടെ വികസന രേഖ ഇവിടെ സമർപ്പിച്ചു കണ്ടു. അതിനകത്ത് ആദ്യം തന്നെ എഴുതിയേക്കുന്ന അഴിമതി രഹിത ഭരണത്തിലൂടെ അധികാരമാളുന്ന ഒരു ഭരണസമിതി എന്നാണ്. അതിൽ പ്രധാനമായിട്ടും അഴിമതി ചൂണ്ടിക്കാണിക്കുകയാണ്. NREGSൻ്റെ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ട് വിവിധ റോഡുകൾ പാലക്കാട് പഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകളിലുള്ള റോഡുകൾ പലപ്പോഴും വളരെ മോശമായ അവസ്ഥയിൽ സാധാരണ ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പല റോഡുകളുമുണ്ട്. എന്നാൽ ഒരാവശ്യവുമില്ലാത്ത ചില അതായത് CPM പാർട്ടിയുടെ നേതൃത്വ നിലയിൽ ഏരിയ സെക്രട്ടറി വരെ ആയിട്ടുള്ള ആൾക്കാരുടെ പറമ്പിലേക്ക് വരെ വഴി വെട്ടുന്ന ഒരവസ്ഥയുണ്ട്. അതുകൂടാതെ ഈ ഭരണസമിതിയിലെ ഒരംഗം അവരുടെ വീട്ടിലേക്ക് ഈ തൊഴിലുറപ്പ് പദ്ധതിയിലുള്ള ഫണ്ട് ദുർവ്യാപനം ചെയ്തിട്ടുണ്ട്. അതെല്ലാം കാണിച്ച് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഓംബുഡ്സ്മാൻ ഒരു പരാതി കൊടുത്തിരുന്നു. ആ പരാതി ശരിക്കും വിധി കഴിഞ്ഞ 31/7/2025 31/7 നടന്ന 5 സീറ്റിംഗ് നടന്നു. അതിൽ ഓംബുഡ്സ്മാൻ ഈ ഭരണസമിതിക്കെതിരെ അഴിമതിയാണെന്ന് പറഞ്ഞുകൊണ്ട് തുക തിരിച്ചടയ്ക്കാൻ പറഞ്ഞുകൊണ്ട് ഭരണസമിതി അതുവരെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കൊടുത്ത ഏകദേശം 75,000 രൂപയും അതുകൂടാതെ ആ സ്വകാര്യ വ്യക്തിയിൽ നിന്നും ബാക്കിയുള്ള തുക സ്വകാര്യ വ്യക്തിയിൽ നിന്നും തിരിച്ചടയ്ക്കണമെന്ന് വിധി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. എന്നിരുന്നാൽ ഇപ്പോൾ ആ ജഡ്ജി വിധി പ്രഖ്യാപിച്ച ജഡ്ജി മരണപ്പെട്ടു പോയിട്ടുള്ളതാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു അവസ്ഥ ഇപ്പോൾ ഇനി പുതിയ ജഡ്ജി വന്നതിന് ശേഷമാണ് അത് ഒപ്പിട്ട് കിട്ടുകയുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് ഒരവസ്ഥ ശരിക്കും. അത് ഓക്കെ. ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. സ്വർണം പണയം വെച്ചിട്ട് തിരിച്ചെടുക്കാൻ പ്രയാസപ്പെടുകയാണോ? അല്ലെങ്കിൽ ലേലത്തിൽ പോകുമോ എന്ന ആശങ്കയുണ്ടോ? കയ്യിലെ സ്വർണത്തിന് എവിടെ മികച്ച വില ലഭിക്കുമെന്നറിയാതെ വിഷമിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഉടൻ ആലപ്പാട് ഗോൾഡിലേക്ക് വിളിക്കൂ. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റിലെ അതാത് ദിവസത്തെ വില ഇവിടെ ലഭിക്കും. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും എത്ര പഴയതായാലും ആലപ്പാട് ഗോൾഡ് അന്നുള്ള ദിവസത്തെ മാർക്കറ്റ് വില നൽകി സ്വർണം തിരിച്ചെടുക്കുന്നു. GPay, RTGS, NEFT, ചെക്ക് എന്നിവയുടെ സൗകര്യവും ഉണ്ട്. പണത്തിന്റെ ടെൻഷൻ വേണ്ട. ആലപ്പാട് ഗോൾഡ് നിങ്ങളുടെ സ്വർണത്തിന് വിപണിയിലെ ഏറ്റവും ഉയർന്ന വില നൽകുന്നു. 2001 മുതൽ കേരളത്തിലെ നമ്പർ 1 ഓൾഡ് ഗോൾഡ് പർച്ചേസ് ഷോപ്പായ ആലപ്പാട് ഗോൾഡ് സാധാരണക്കാരെ സഹായിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ജനസേവനമാണ് നമ്മുടെ ലക്ഷ്യം. വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ആലപ്പാട് ഗോൾഡിനെ സമീപിക്കാം. ഞങ്ങൾ സ്വർണത്തിന് യഥാർത്ഥ മൂല്യം നൽകുന്നു. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മുണ്ടക്കയം KK റോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അടുത്ത് അജ്ഫ ബേക്കേഴ്സ് ബിൽഡിംഗിലും കറുകച്ചാലിൽ മല്ലപ്പള്ളി റോഡിലുള്ള ഫെഡറൽ ബാങ്ക് ബിൽഡിംഗിലും പ്രവർത്തിക്കുന്നു. അതുകൂടാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ സർവീസ് ലഭ്യമാണ്. സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇനി ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ മതി. ആലപ്പാട് ഗോൾഡ് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അടുത്തെത്തും. ആലപ്പാട് ഗോൾഡ് എന്നും നിങ്ങളോടൊപ്പം. Mother soothes, Mother cares, Mother protects, Mother finds always reason to smile. Mother stands up for you for everything. Mary Queen's Mission Hospital, Kanirapalli, Kottayam. We care, God cures. Introducing South India's largest sanitary wear showroom, now in Pala. Welcome to Cochin Saniwares, where luxury meets innovation. Here, every leading sanitary wear brand has its own exclusive space, designed to bring their world to life. Step inside and experience the future of your home, with real-time previews that let you see exactly how your bathroom, kitchen, or living spaces will look before you decide.
നിങ്ങളുടെ അലങ്കാരങ്ങൾക്ക് പരിശുദ്ധ സ്വർണത്തിന്റെ പൊൻപ്രഭയേകാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ബാംഗിൾ ഫെസ്റ്റ്. സമാനതകളില്ലാത്ത ഏറ്റവും പുതിയ ഡിസൈൻ വളകൾക്കൊപ്പം ട്രഡീഷണൽ വളകളുടെ അത്യാകർഷകമായ കളക്ഷനുമായി ഒക്ടോബർ 17 മുതൽ 24 വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ വരൂ. മനസ്സിനിണങ്ങിയ സ്വർണം മിതമായ വിലയിൽ സ്വന്തമാക്കുന്നതിനൊപ്പം അലങ്കാരങ്ങളുടെ പൂർണ്ണത അനുഭവിച്ചറിയാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ശ്രീ ദീപക്, LDFൻ്റെയും UDFൻ്റെയും വാദഗതികൾ കേട്ടു. എങ്ങനെ നോക്കിക്കാണുന്നു BJP എന്ന നിലയിൽ? ഏവർക്കും നമസ്കാരം. വളരെ ഇപ്പം നമ്മൾ കേട്ടു, പഞ്ചായത്ത് 100% വികസന മുന്നേറ്റ ഒരു രേഖ എല്ലാവരുടെയും വീടുകളിൽ എത്തിക്കാണ്, ഒരു ബുക്ക്ലെറ്റ്. അത് കണ്ടപ്പോൾ അതിനകത്ത് ഞങ്ങളത് വായിച്ചു നോക്കി. ഏകദേശം എനിക്കത് മനസ്സിലായി, 95,000 രൂപ മുടക്കിയിട്ടാണ് അങ്ങനെ ഒരു വികസന രേഖ ഈ പഞ്ചായത്ത് ഭരണസമിതി അടിച്ച് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ആളുകളുടെ വീടുകളിലേക്ക് എത്തിക്കാനായിട്ട്. അതിൽ തന്നെ എത്ര രൂപയുടെ അഴിമതി ഉണ്ടെന്നുള്ളത് നമുക്ക് കണ്ടെത്തണം. അതുപോലെ ഈ പഞ്ചായത്ത് ഇവിടെ ആദ്യം പ്രസിഡന്റ് സൂചിപ്പിച്ചു. അതുപോലെ എനിക്കൊരു കാര്യം പ്രധാനമായിട്ട് പറയാനുള്ളത്, ഇവർ ഭരണസമിതിയിൽ 2 UDFൻ്റെ മെമ്പർമാരാണ് ഉള്ളതെന്ന് പറഞ്ഞു. മെമ്പർ ആദ്യം തന്നെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ആൾ സമ്മതിച്ചു കഴിഞ്ഞു പരാജയമാണ്, ഞങ്ങൾ പ്രതിപക്ഷത്ത് പരാജയമാണെന്ന്. കാരണം അവർ പഞ്ചായത്ത് ഗ്രാമസഭകൾ കൂടുമ്പോഴോ ഇല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർമാരുടെ യോഗം കൂടുമ്പോഴോ അവർക്കൊരു കാര്യം, ഒരു ആരോപണം ഉന്നയിക്കാൻ പോലും സാധിക്കുന്നില്ല എന്ന് അവർ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. അതിൻ്റെ ഈ ഒക്കച്ചങ്ങാതിമാർ എന്ന് പറയുന്ന പോലെ ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് LDF ഭരിച്ചു. അതിനു മുമ്പ് UDF ആണ് ഈ പാലക്കുഴ പഞ്ചായത്ത് ഭരിച്ചത്. UDFൻ്റെ പ്രതിനിധി ഇവിടെ നിന്ന് വാതോരാതെ MP-യുടെയും MLA-യുടെയും കാര്യങ്ങൾ പറയുമ്പോൾ അതിനു മുമ്പ് ഇവരിവിടെ കൊണ്ടുവന്ന വികസനങ്ങൾ എന്താണെന്ന് അവരും ഒന്ന് തിരിച്ച് ചിന്തിക്കണമെന്ന് ആദ്യം തന്നെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് UDFൻ്റെ പ്രതിനിധിയെ. അതുപോലെ LDFൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞേക്കാളും കൂടുതൽ പാർട്ടിയുടെ നേതാവിനാണ് പറയാനുള്ളത്. ഈ 1-2 കാര്യങ്ങൾ പഞ്ചായത്തിൻ്റെ സൂചിപ്പിക്കാം. അതിൽ പഞ്ചായത്ത് ഫോട്ടോഷൂട്ട് നടത്തുന്നതിൽ 100% വിജയിച്ചിരിക്കുന്നു എന്നാണ് നാട്ടുകാരെന്ന നിലയിലും പ്രതിപക്ഷ പാർട്ടികൾ എന്ന നിലയിലും ഞങ്ങൾക്ക് മനസ്സിലാകാൻ സാധിച്ചിരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാർഷിക മേഖലയുടെ കാര്യം ഇവിടെ എടുത്തു പറഞ്ഞു. നമുക്ക് നമ്മുടെ ഗ്രാമമായിരുന്ന ആ ഒരു കാര്യം മാത്രം ഇപ്പോൾ സൂചിപ്പിക്കാം. കാർഷിക മേഖല, ഈ കാർഷിക മേഖലയ്ക്ക് പാലക്കുഴ പഞ്ചായത്തിൽ ഇവർ ചെയ്ത കാര്യങ്ങൾ എടുത്തു പറയുന്ന ഈ ഫോട്ടോഷൂട്ട് നടത്തുന്നതാണ്. ഈ തരിശ് പാടം ട്രാക്ടർ ഇറക്കി നെല്ല് വിതർത്തു, അതിൻ്റെ ഇറക്കുന്ന ഫോട്ടോ, കൊയ്യുന്ന ഫോട്ടോ, ട്രാക്ടർ ഇറക്കുന്ന ഫോട്ടോ, തകതീർച്ചയായിട്ട് സോഷ്യൽ മീഡിയയുടെ മറ്റു ഫോട്ടോകൾ പ്രസിഡൻറ്റും മറ്റ് നേതാക്കന്മാർ ഇടുകയാണ്. മറ്റ് എന്ത് വികസനമാണ് കാർഷിക മേഖലകൾ പാലക്കുഴ പഞ്ചായത്തിൽ കൊണ്ടുവന്നിട്ടുള്ളതെന്ന് ഒന്ന് പറഞ്ഞു തരണമെന്ന് അറിയിക്കുകയാണ്. അതുപോലെ ഈ 1-2 സ്ഥലത്ത് മാത്രം ഏതെങ്കിലും ഒരു വർഷം പോയി കൃഷിയെടുക്കും, ഒരു 2 മാസത്തിനോ ഇല്ലെങ്കിൽ ആ ഒരു വിളവെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 2 വർഷത്തേക്ക് കാർഷിക മേഖലയില്ല, വീണ്ടും ഇത് തന്നെ ഒരു ഫോട്ടോഷൂട്ട് പരിപാടിയായിട്ട് ഒന്ന് പോകുന്നു. അതുപോലെ തന്നെ ഏറ്റവും അട്ടിമറിക്കപ്പെട്ടുള്ള ഒരു പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ എല്ലാവർക്കും കുടിവെള്ളം എന്ന ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് കൊണ്ടുവന്നിട്ടുള്ള ജൽജീവൻ മിഷൻ. ആ ജൽജീവൻ മിഷൻ പാലക്കുഴ പഞ്ചായത്തിൽ വൻ അഴിമതിയുമായി ഇതുവരെ ഒരു രീതിയിലും ആ ഒരു ജൽജീവൻ മിഷൻ്റെ എല്ലാ വീടുകളിലും കണക്ഷൻ കൊടുത്തു. അതിൻ്റെ ഒരു സർക്കുലർ കണ്ടാൽ തന്നെ നമുക്കറിയാം, ഫസ്റ്റ് അത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജലസ്രോതസ് കണ്ടെത്തുക എന്നുള്ളതാണ് ജൽജീവൻ മിഷൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ആ ജൽജീവൻ മിഷൻ്റെ ജലസ്രോതസ് കണ്ടെത്തിക്കൊണ്ട് പൈപ്പ് ഇട്ടതിന് ശേഷം മാത്രമാണ് അത് കണക്ഷൻ കൊടുക്കാവുള്ളൂ എന്നുള്ള സർക്കുലർ ഉള്ളത്. അത് മറച്ചു വെച്ചുകൊണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഇവർ ചെയ്തിരിക്കുന്ന എല്ലാ വീടുകളിലും കണക്ഷൻ കൊടുത്തു. അപ്പോൾ പുറമേ നിന്ന് നോക്കുന്ന ആളുകൾ ജലജീവൻ കണക്ഷൻ കിട്ടി, ആ പദ്ധതിയിൽ ആ കണക്ഷൻ കിട്ടിയോ എന്നുള്ളതാണ്. വെള്ളം വന്നോളൂ എന്നുള്ള സെക്കൻഡറിയാണ്. കണക്ഷൻ കിട്ടി എന്ന് പറഞ്ഞുകൊണ്ടുകൊണ്ട് അതിൻ്റെ തുക മാറ്റി എടുക്കുന്ന ഒരു സിസ്റ്റമാണ് പാലക്കുഴ പഞ്ചായത്തിൽ. നാളിതുവരെയായിട്ടും അതിൻ്റെ ഒരു പദ്ധതികൾ പൂർത്തീകരിച്ചുകൊണ്ട് ഒരു തുള്ളി വെള്ളമെങ്കിലും ഒരു വീട്ടിലെങ്കിലും എത്തിക്കാനുള്ള ഒരു സംവിധാനം ഈ ജൽജീവൻ മിഷൻ്റെ ഇതിൽ പഞ്ചായത്ത് നടപടിയെടുത്ത് ഒരുക്കണമെന്ന് ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ പഞ്ചായത്ത് റോഡുകൾ, നമ്മുടെ ഈ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ഈ ഫ്രണ്ടിലൂടെയുള്ള ഈ റോഡ്. ഈ റോഡിൽ സഞ്ചരിക്കുന്ന ഏതൊരു വ്യക്തിക്കും അറിയാം, ഈ തൊഴിലുറപ്പ് ആളുകളുടെ ആക്ഷേപം ഇവിടെ ഉന്നയിച്ചു കഴിഞ്ഞു. അവരെ കൊണ്ടെങ്കിലും അതിനകത്തൊരു 10 കോട്ട മണ്ണ് കോരിയിടിക്കാനുള്ള ഒരു സംവിധാനം പോലും പഞ്ചായത്ത് ഭരണസമിതിക്ക് ഇതുവരെ ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതുപോലെ ഈ പഞ്ചായത്തിൽ നടക്കുന്ന ഈ ഒരു ഹൈന്ദവ മേഖലയും കൂടെ ആയിട്ടുള്ള ഇവിടെ ഒരു ശ്മശാനമില്ല. അതുപോലെ മാലിന്യമുക്ത പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ആ മാലിന്യം എല്ലാം കൂടെ കൊണ്ടുപോയി, നമുക്കറിയാം കോഴിപ്പള്ളി മേഖലയിൽ ഒരു ശ്മശാനമുണ്ട്, അവിടെ കൊണ്ടുപോയിട്ട് കൂട്ടിയിട്ട് കത്തിക്കുന്ന ഒരു അവസ്ഥ ഒരു ദിവസം ഉണ്ടായി. ആരും ഇവിടെ നമ്മൾ അധികാരികളുമായിട്ട് ബന്ധപ്പെട്ടോ എല്ലാവരും കൈമലർത്തുകയാണ്, ആർക്കും അറിയത്തില്ല. ഈ മാലിന്യമുക്ത പഞ്ചായത്ത് എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ബോട്ടിൽ എടുക്കുവാൻ വേണ്ടിയിട്ട് ഓരോ ഗ്രാമമേഖലകളിലും ഓരോ ജംഗ്ഷനിലും കുറേ ഇതുകൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അല്ലാണ്ട് എന്ത്
മാലിന്യമുക്തത്തിനുള്ളതാണ് ഇവിടെ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. ഈ പറയുന്ന പോലെ കോഴിപ്പള്ളിയിൽ കൊണ്ടുപോയിട്ട് കത്തിക്കുന്നു. ഒരു ശ്മശാനത്തിന് അവിടെ തറക്കല്ലിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉദ്ഘാടന മാമാങ്കം, കുറേ ഫോട്ടോഷൂട്ട്, അതും ആ വികസന രേഖയ്ക്കകത്ത് നമ്മൾ കണ്ടു എന്ന് പറയുന്ന പോലെ ഓരോ തട്ടിക്കൂട്ട് ഫോട്ടോഷൂട്ട് പരിപാടികൾ നടത്തിക്കൊണ്ട് ഈ സർക്കാരിനെ അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരെയും കൂട്ടുപിടിച്ചുകൊണ്ട് അവാർഡുകൾ വാരിക്കൂട്ടുന്ന കാര്യത്തിൽ പാലക്കുഴ പഞ്ചായത്ത് മുൻപന്തിയിലാണ്. പ്രസിഡന്റ്, UDFന്റെ പ്രതിനിധി ഗുരുതരമായ ഒരു ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത് തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട്. എന്താണ് ഒരു മറുപടി? തൊഴിലുറപ്പ് പദ്ധതിയിൽ UDFന്റെ പ്രതിനിധി ഉന്നയിച്ചേക്കുന്ന ആക്ഷേപം എന്ന് പറയുന്നത് പാലക്കുഴ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പഞ്ചായത്തിൻ്റെ ആസ്തിയിലുള്ള റോഡ് മാത്രമേ നിർമ്മാണം നടത്തിയിട്ടുള്ളൂ. ആസ്തിയിലില്ലാത്ത ഒരു റോഡ് നിർമ്മാണം നടത്തിയിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന് തെളിയിക്കാൻ സാധിക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഓംബുഡ്സ്മാൻ വിധി പുറപ്പെടുവിച്ചു എന്ന് പറയുന്നു. ഓംബുഡ്സ്മാൻ വിധി പുറപ്പെടുവിച്ചുവെങ്കിൽ അതിൻ്റെ രേഖ കൃത്യമായിട്ട് കാണിക്കണം. കൈരേഖ കാണിച്ചിട്ട് കാര്യമില്ല, കൃത്യമായിട്ടുള്ള രേഖ കാണിക്കണം. ഓംബുഡ്സ്മാൻ പാലക്കുഴ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയോട് പൈസ അടയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏത് പറമ്പിലേക്കാണ് ചെയ്ത സ്വകാര്യ വ്യക്തിയോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ? ഇതൊക്കെ രേഖകളായിട്ട് കാണിക്കുകയാണെങ്കിൽ അതിന് നമുക്ക് മറുപടി പറയാം. രേഖകളില്ലാതെ വായുവിൽ നിന്ന് എന്തെങ്കിലും ഒരു ആക്ഷേപം ഉന്നയിച്ചാൽ അതിന് മറുപടി പറയേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. പിന്നെ ഇവിടെ സൂചിപ്പിച്ചു അല്ലെ, പ്രതിപക്ഷാംഗം പറഞ്ഞത് തരിശ് കൃഷി നടപ്പാക്കി, അതിന് ഇവിടെ ലോക്കൽ സെക്രട്ടറി മറുപടി പറഞ്ഞു കഴിഞ്ഞു. 100% ഫണ്ട് ചെലവഴിച്ചില്ല എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു മേഴ്സി ചേച്ചി 2 or 3 ടൈമായി എന്ന് എനിക്ക് തോന്നുന്നു ജനപ്രതിനിധിയായിട്ട് വന്നിട്ട്. ഒരു 100% ഫണ്ട് ചെലവഴിച്ചു എന്നൊരു പഞ്ചായത്ത് പ്രസിഡന്റിന് ഒരു മാധ്യമത്തിൻ്റെ മുന്നിലോ മറ്റുള്ളവരുടെ മുന്നിലോ വന്ന് ചുമ്മാ പറഞ്ഞിട്ട് പോകാൻ പറ്റുന്നതല്ല എന്നെങ്കിലും മനസ്സിലാക്കാനുള്ള സാമാന്യ ഒരു ബോധം പ്രതിപക്ഷ നേതാവിന് ആ കാര്യത്തിൽ ഉണ്ടായിരിക്കണമെന്ന് മാത്രമാണ് പറയാനുള്ളൂ. പിന്നെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, സ്ട്രീറ്റ് ലൈറ്റ് എല്ലാ വർഷവും മെയിൻ്റനൻസ് നടത്തിയാണ് പോകുന്നത്. ഈ പ്രാവശ്യവും അതിൻ്റെ ടെൻഡർ നടപടികൾ അടക്കം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം 2ാം വട്ടം ടെൻഡർ ഇടുമ്പോഴും വർക്ക് എടുത്തിട്ടില്ല എന്നുള്ള ഒരു പരിമിതിയാണ് പഞ്ചായത്തിൻ്റെ മുന്നിലുള്ളൂ. എന്നാലും എല്ലാ വർഷവും സ്ട്രീറ്റ് ലൈറ്റ് മെയിൻ്റനൻസ് നടത്തുന്ന പ്രവൃത്തി പഞ്ചായത്ത് ഏറ്റെടുത്ത് നടപ്പാക്കുന്നുണ്ട്. കൂടാതെ ഈ വർഷവും സോളാർ ക്യാമറ അടക്കമുള്ള സംവിധാനങ്ങൾ പഞ്ചായത്തിൽ കൊണ്ടുവരുന്നതിനായിട്ടുള്ള പ്രോജക്റ്റ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ കൂടിയാലോചിക്കാതെയാണ് MP, MLA അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് ഒക്കെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അടക്കം പഞ്ചായത്തിനോട് സഹകരിക്കാത്ത എന്ന് പറയുന്നതിൽ അതിന് കൃത്യമായിട്ടുള്ള മറുപടിയുണ്ട്. കാരണം എല്ലാവരും ജനപ്രതിനിധികളാണ്, എല്ലാവരും തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ്. കൃത്യമായിട്ട് പഞ്ചായത്തിൽ ഒരു പദ്ധതി കൂടിയാലോചന എന്ന് പറയുന്നത് ആസൂത്രണ സമിതി കൂടി, അതിനുശേഷം വർക്കിംഗ് ഗ്രൂപ്പ് കൂടി, വികസന സെമിനാർ കൂടി, ഗ്രാമസഭകൾ കൂടിയിട്ടാണ് ഒരു പദ്ധതി ജനങ്ങളിലേക്ക് എത്തുന്നത്. ഈ വേളകളിലെല്ലാം ഈ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ ജനപ്രതിനിധികളെയും, അത് MP ആയും MLA ആയിട്ടും ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർമാരെയും അതുപോലെ തന്നെ ബ്ലോക്ക് ഡിവിഷൻ മെമ്പർമാരെയും ഒക്കെ കൃത്യമായിട്ട് ഇവിടെ കത്തയക്കുകയും അതുപോലെ തന്നെ അത് പഞ്ചായത്തിൽ നിന്ന് വിളിച്ച് ഉദ്യോഗസ്ഥരെ അടക്കം അവരെ നേരിട്ട് വിളിക്കണമെന്ന അറിയിപ്പും കൊടുത്തിട്ടാണ് ഈ പരിപാടികൾ ഇക്കാലം വരെ നടത്തിയിട്ടുള്ളത്. രാഷ്ട്രീയപരമായിട്ട് പാലക്കുഴ ഗ്രാമപഞ്ചായത്ത് LDF ഭരിക്കുന്നതായതുകൊണ്ട് അവിടെ ഒരു വികസനം കൊണ്ടുവരേണ്ട എന്നുള്ളൊരു ലക്ഷ്യമല്ലാതെ ഈ ആരോപണത്തിന് പിന്നിൽ വേറെ ഒന്നുമില്ല. ഒന്നിച്ച് ചേർന്ന് ജനാധിപത്യത്തിന്റെ നേരവകാശികൾ വോട്ടർമാരാണ്. നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് കേൾക്കാം. എനിക്ക് പ്രിയപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞ 1-2 കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്. കോവിഡുമായി ബന്ധപ്പെട്ട് വലിയ പ്രവർത്തനം നടത്തിയെന്നാണ് പ്രസിഡന്റ് പറഞ്ഞത്. ദൃശ്യ ചാനൽ കേരളത്തിൽ മൊത്തം ഇങ്ങനെ ഒരു മീറ്റ് പ്രോഗ്രാം നടത്തുന്ന ഒരു ചാനലാണ്. നിങ്ങൾ പോയ പഞ്ചായത്തിൽ ചോദിച്ചിട്ടുണ്ടാവും, ഇനി ചെല്ലുന്നിടത്ത് ചോദിച്ചിട്ടുണ്ടാവും. CFL-DCകൾ, CCകൾ, DCCകൾ, അതായത് കോവിഡ് ചികിത്സാ കേന്ദ്രങ്ങൾ എല്ലാ പഞ്ചായത്തിലും തുടങ്ങാറുണ്ട്. പ്രിയപ്പെട്ട പ്രസിഡന്റ് ഇവിടെയുണ്ട്, മെമ്പർമാരിവിടെയുണ്ട്. പാലക്കാട് പഞ്ചായത്തിൽ അങ്ങനെ ഒരു ചികിത്സാ കേന്ദ്രം തുടങ്ങിയിട്ടില്ല വെച്ചാൽ പ്രവർത്തനം നടത്തിയിട്ടില്ല. ഇവിടെ തിരുമാറാടി, ഞങ്ങൾ രാഷ്ട്രീയപരമായിട്ട് പറയില്ല, ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്താണ്. അതുപോലെ തന്നെ അങ്ങനെയുള്ള കൂത്താട്ടുള്ള മുനിസിപ്പാലിറ്റി എന്ന ഇടതുപക്ഷമായിരുന്നു. അതുപോലെ ഈ പാമ്പാക്കട ഉൾപ്പെടെയുള്ള ആരക്കട ഉൾപ്പെടെയുള്ള മുഴുവൻ പഞ്ചായത്തുകളിലും UDFും LDFും ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ കോവിഡ് ചികിത്സാ കേന്ദ്രങ്ങൾ വളരെ ഭംഗിയായി നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആരക്കുഴയിലൊക്കെ നടത്തിയ തിരുമാറാടി വളരെ മാതൃകാപരമായ പ്രവർത്തനമായിരുന്നു. പാലക്കുഴയിൽ അങ്ങനെ ഒരു കോവിഡ് ചികിത്സാ കേന്ദ്രം തുടങ്ങാൻ പഞ്ചായത്തിനെ കൊണ്ട് സാധിച്ചിട്ടില്ല, പറഞ്ഞു കഴിഞ്ഞില്ല. ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. ഞാനിത് ആരോപണം ഉന്നയിച്ചപ്പോൾ വളരെ വ്യക്തിപരമായി പാർട്ടിക്കാരെന്നെ ആക്ഷേപിച്ചു. അപ്പോൾ ഇങ്ങനൊരു സംഭവം തുടങ്ങിയിട്ടുണ്ട്, ബ്ലോക്ക് മെമ്പർ അറിയാത്തതാണ്. ഇതെൻ്റെ മൊബൈൽ ഫോട്ടോ വീഡിയോസ് ഒക്കെ കിടപ്പുണ്ട്. ഞാൻ വെളുപ്പിന് 5 മണിക്ക് ഈ ജയ്മോഹൻ എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് സ്കൂളിൻ്റെ മതിൽ ചാടിക്കിടന്ന് എനിക്കൊരു അബദ്ധം വരികയാണ്, തെറ്റ് ക്ഷമിക്കണമല്ലോ, ക്ഷമ പറയണമല്ലോ. ഞാൻ ചെല്ലുമ്പോൾ കാണുന്നത് 3 കസേരയും 5-6 കാലിക്കുപ്പിയും മാത്രമാണ്. ഞാനിത് ലൈവായിട്ട് വിട്ടു. ഇതൊക്കെ ഇവിടുത്തെ ആളുകൾ കണ്ടതാണ്. അതിനുശേഷം ശ്രീ ജോഷീസ് കറിയ ഇതിനു മുമ്പ് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലത്ത് ഉപയോഗിച്ചിരുന്ന കോവിഡ് ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഈ ബെഡുകൾ, സാധനങ്ങൾ കുറേ പാർട്ടിക്കാർ കൊണ്ട് നിരത്തി
ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വന്നൊരു നാട് മുറിച്ചു. ഒരു രോഗിയാണ് ആ കോവിഡ് ചികിത്സയ്ക്ക് വേണ്ടി അവിടെ വന്നത്. പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ഉൾപ്പെടെയുള്ള പഞ്ചായത്ത് മെമ്പർമാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ കുടുംബത്തിലുള്ള ആളുകൾക്ക് പോലും കോവിഡ് വന്നപ്പോൾ സമീപ ആശുപത്രികളിലേക്കാണ് പോയത്. പാലക്കുഴ ചികിത്സിക്കാൻ വന്നില്ല. ആ ഒരു ചെറുപ്പക്കാരൻ അവിടെ കിടന്നു. അവൻ രാത്രി 7 മണിയായപ്പോൾ പോയി. അവിടെ നേഴ്സില്ല, ഡോക്ടറില്ല, സെക്യൂരിറ്റി ഇല്ല, സൗകര്യങ്ങളില്ല, മരുന്നില്ല, ഒന്നുമില്ല. അവിടെ ആ പക്ഷികളുടെ ഒച്ചയും നായയുടെ ഓരിയിടിയിലും ഒക്കെ ആയി ഒറ്റയ്ക്ക് ഒരു ഗ്രീൻ നെറ്റാണ് അവിടെ വലിച്ചു കെട്ടിയാണ് പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട്. പേടിച്ചപ്പോൾ അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. ഞാൻ പ്രസിഡന്റ് വെല്ലുവിളിച്ച് പറയുന്നു, കോവിഡ് പാലക്കുഴ ഗ്രാമപഞ്ചായത്ത് നടത്തിയ കോവിഡ് ചികിത്സാ കേന്ദ്രത്തിൽ എത്ര രോഗികൾ വന്നു? 1 അവൻ 7 മണിയായപ്പോൾ കിടന്നു. ഇതാണ് കോവിഡുമായി ബന്ധപ്പെട്ട കേസ്. ഒരു മറുപടി. കോവിഡിൻ്റെ വ്യാപനം രൂക്ഷമായിരുന്ന സമയത്ത് പാലക്കാട് പഞ്ചായത്ത് ഭരണസമിതിയുടെ ആവശ്യമെന്ന് പറയുന്നത് ഇവിടെ കോവിഡ് വ്യാപിക്കാതിരിക്കാനും അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുമായിരുന്നു. ഇവിടെ പഞ്ചായത്ത് CFLTC ആരംഭിച്ചതാണ്. സിബിചേട്ടൻ പറഞ്ഞതുപോലെ ബ്ലോക്ക് മെമ്പർ ഇവിടെ ആക്ഷേപം ഉന്നയിച്ചതുപോലെ നേരം വെളുക്കുന്നതിന് മുമ്പും അതുപോലെ തന്നെ രാത്രി കാലങ്ങളിലും ഈ സംവിധാനങ്ങളുണ്ടോ എന്ന് പരിശോധിച്ച് നടക്കുകയല്ലായിരുന്നു പഞ്ചായത്ത് ഭരണസമിതിയുടെ ആവശ്യം. കൃത്യമായിട്ട് കോവിഡ് ബാധിച്ച ആളുകളെ CFLTC എന്ന് പറയുന്നത് രാത്രി സമയത്ത് ഡോക്ടറുടെ സേവനം ലഭ്യമാകില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ CFLTCയിൽ ആദ്യം റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം വലിയ ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾ അതുമായിട്ടില്ലാത്തവരെയാണ് നമ്മുടെ CFLTCയിൽ അഡ്മിഷൻ കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്ന വലിയ ഗുരുതരമല്ലാത്ത രോഗികളെ നമ്മുടെ പ്രാഥമിക ഈ CFLTCയിൽ അഡ്മിറ്റ് ആക്കാൻ നമ്മൾ ശ്രമിച്ചു. എന്നാൽ ഗുരുതരമായിട്ട് മറ്റ് അസുഖങ്ങൾ കോവിഡുമായി ബന്ധപ്പെട്ട് അതിനോട് ചേർന്ന് മറ്റ് അസുഖങ്ങളുള്ളവരെ നമുക്ക് ഒരു കാരണവശാലും ഇവിടെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഡോക്ടർമാരുടെ അറിയിപ്പാണ്. അതനുസരിച്ച് ഇപ്പം ഇവിടെ ആക്ഷേപം ഉന്നയിച്ച എൻ്റെ വീട്ടിലെ ആളെന്ന് പറയും, എൻ്റെ അമ്മ ഷുഗർ രോഗിയും അതുപോലെ തന്നെ എൻ്റെ ഭർത്താവ് അടക്കം ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഷുഗർ പേഷ്യൻസ് ആണ്. അവരെ ഇവിടെ രാത്രിക്ക് കിടത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ചികിത്സ കിട്ടില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് മാറ്റിയത്. അല്ലാതെ ഇവിടെ വന്ന കോവിഡ് റിപ്പോർട്ട് ചെയ്ത ഒട്ടേറെ യുവജനങ്ങളെ അടക്കം ഈ CFLTCയിൽ നമ്മൾ കിടത്തിയിട്ടുണ്ട്, നോക്കിയിട്ടുണ്ട്. അങ്ങനെ പോട്ടെ. 1000ൽ പരം രോഗികളാണ് ആരക്കുഴയിലും കൂത്താട്ടുകുളത്തും തിരുമാറാടിയിലും കിടന്നത്. കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റി CPM ഭരിക്കണതാണ്, തിരുമാറാടി CPM ഭരിക്കണം. നിങ്ങളോട് അന്വേഷിച്ചറിയാം, 1000കണക്കിന് രോഗികൾ ഈ സമീപത്തുള്ള കോവിഡ് ചികിത്സാ കേന്ദ്രത്തിൽ കിടന്നപ്പോൾ എന്തുകൊണ്ട് പാലക്കുഴയിൽ ഒരു രോഗി മാത്രം വന്നു എന്നുള്ളത് ഇത് നന്നായിട്ട് ഇടപെട്ടു. പാലക്കുഴ ഇവിടെ കോവിഡ് വ്യാപിക്കാതിരിക്കാൻ നന്നായിട്ട് ഇടപെട്ടു. പാലക്കുഴ കോവിഡ് ഇല്ലാന്ന് എടുത്തു നിന്ന് കൈയടിക്കുക. കാരണം എന്ത് വിഡിതരം പറഞ്ഞാലും എടുത്തു നിന്ന് കൈയടിക്കാതെ പാലക്കുഴ കോവിഡ് ഇല്ലാന്ന് പറയാൻ നാണാവൂലേ പ്രസിഡന്റ്? പാലക്കുഴ ഞാൻ ചോദിക്കട്ടെ, ഈ ലോക്കൽ സെക്രട്ടറി പറയാൻ പറ്റുമോ? മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പറയാൻ പറ്റുമോ പാലക്കുഴ കോവിഡ് ഉണ്ടായില്ലെന്ന്? പാലക്കുഴ കോവിഡ് ഇല്ല പോലും. അപ്പൊ പാലക്കുഴ ലോകത്തല്ലേ? കോവിഡ് പടരാതിരിക്കാൻ മുൻകരുതൽ എടുത്തു എന്നാണ് പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഉല്ലാസ് തോമസ്, ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായിരുന്നു 3 വർഷക്കാലം, ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയാണ്. ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഇവിടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചത് പാലക്കുഴയിൽ വികസന പ്രവർത്തനങ്ങളൊന്നും കൊണ്ടുവരണ്ട എന്നുള്ളതാണ് UDFൻ്റെ തീരുമാനം. അപ്പോൾ അതുകൊണ്ട് MLAയും MPയും ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്ത് അംഗമൊക്കെ അതുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തി എന്നുള്ള രീതിയിലാണ് ഇവിടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചത്. ഞാൻ ഏറെ അഭിമാനത്തോടുകൂടി പറയുന്നു, ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപക്ഷേ ജില്ലാ പഞ്ചായത്ത് രൂപം കൊണ്ടതിന് ശേഷം പാലക്കുഴയിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് വന്ന ഒരു കാലഘട്ടമാണ്. ഏതാണ്ട് 4,32,00,000 രൂപയോളം ഈ പാലക്കുഴ പഞ്ചായത്തിൽ 2 ഹൈസ്കൂളുകളുണ്ട്, വിവിധ റോഡുകൾ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഫണ്ട് കൊണ്ടുവന്നു. ഇവിടെ പ്രധാനപ്പെട്ട ഒരു വിഷയമെന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു വികസന രേഖ ഇവിടെ ഇറക്കിയിട്ടുണ്ട്. ഞാൻ ഇന്നാണ് ആ രേഖ കണ്ടത്. ഞാൻ ഓടിച്ചൊന്ന് നോക്കിയപ്പോൾ ഈ പ്രത്യേകിച്ച് പാലക്കുഴ പഞ്ചായത്തിലെ ഒരു പ്രതിദാനം ചെയ്യുന്ന ജനപ്രതിനിധി എന്നുള്ള നിലയിൽ, പാലക്കുഴ പഞ്ചായത്തിൽ താമസിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലും ഞാനതിൽ നോക്കിയപ്പോൾ ആകപ്പാടെ എൻ്റെ കണ്ട ഒരു പടം മാത്രമാണ്. അത് എന്നെ ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട് ആ പടം അതിൽ വന്നത്. കാരണം ഞാൻ ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയതുകൊണ്ട് അന്ന് 100% ചെലവഴിച്ചതിൻ്റെ ഒരു പടമാണ് എനിക്ക് അതിൽ പ്രിൻ്റ് ചെയ്തപ്പോൾ എങ്ങനെയോ ആ ഒരു പടം കയറി വന്നു എന്നതൊഴിച്ചാൽ, അത് കാണിക്കുന്ന ഉദാഹരണം എന്ന് പറയുന്നത് കഴിഞ്ഞ 5 വർഷക്കാലം ഇവിടുത്തെ വികസന പ്രവർത്തനം. ഞാൻ പറയുന്നത് എങ്ങനെയാണ് ഒരു വികസന പ്രവർത്തനം നമുക്ക് ഒരു പ്രദേശത്ത് കൊണ്ടുപോകുക. സ്വാഭാവികമായിട്ടും
ആ പ്രദേശത്ത് നേതൃത്വം കൊടുക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ്. ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ് ഇതിന് നേതൃത്വം കൊടുക്കേണ്ടതെന്നുള്ള രീതിയിലാണ് ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചത്. ഞാൻ ചോദിക്കുന്നത്, ജില്ലയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടിരിക്കുന്ന ഒരാളാണോ പാലക്കാട് പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉത്തരവാദിത്തം ഏൽക്കേണ്ടത്? സ്വാഭാവികമായിട്ടും അതിൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഗ്രാമപഞ്ചായത്തിന് നേതൃത്വം കൊടുക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റാണ്. പക്ഷേ 5 വർഷക്കാലം ഇവിടെ പറഞ്ഞല്ലോ, ഇപ്പം ഗ്രാമസഭ നടന്നാലും വികസന സെമിനാർ നടന്നാലും ഒക്കെ ഇവിടുന്ന് മെയിൽ അയക്കുക എന്നുള്ളത്. അപ്പം ഞാൻ ബാക്കി 6 പഞ്ചായത്തിനെ കൂടി പ്രതിനിധാനം ചെയ്യുന്ന ഒരു ജനപ്രതിനിധി കൂടിയാണ്. സ്വാഭാവികമായിട്ട് അവിടെ എന്ത് കാര്യം നടന്നാലും നിങ്ങൾ ഏറ്റവും ഉദാഹരണം, ഇപ്പോൾ ഞാൻ ജില്ലാ പഞ്ചായത്തിൻ്റെ അധ്യക്ഷനായിരുന്ന സമയത്ത് ഇവിടുത്തെ ഫാമിലി ഹെൽത്ത് സെൻറ്റർ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ ഉദ്ഘാടനം ചെയ്തപ്പോൾ എവിടെയെങ്കിലും ഒരു ആശംസാ പ്രാസംഗികനായിട്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ കൊണ്ടുവച്ച ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമോ? എനിക്ക് തോന്നുന്നില്ല, ഞാൻ എങ്ങും കണ്ടിട്ടില്ല. സ്വാഭാവികമായിട്ടും അത്രമാത്രം നമ്മളെ തരം താഴ്ത്തുന്ന രീതിയിലുള്ള നോട്ടീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഇവരുടെ പ്രവർത്തന ശൈലി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ എന്നെ മാത്രമല്ല, ഇപ്പോൾ ഞാൻ മാത്രമല്ലോ കുറ്റം എന്നെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കാരണം ഇപ്പോൾ ഇവിടെ MLA ഉണ്ട്, MP ഉണ്ട്, അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് അംഗമുണ്ട്, ഇവിടെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. സ്വാഭാവികമായിട്ടും ഇവരെല്ലാവരെയും കൂട്ടത്തിൽ നിർത്തിക്കൊണ്ട് വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ട ഉത്തരവാദിത്വം പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് ഭരണസമിതിക്കുമാണ്. അത് ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഉണ്ടായിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത്, സ്വാഭാവികമായിട്ടും അത്തരത്തിലൊരു കൂട്ടായ ഒരു പ്രവർത്തനം കൊണ്ടുവന്നായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇതിനപ്പുറമുള്ള ഒരു വികസന പ്രവർത്തനം നമുക്ക് പാലക്കുഴയിൽ കൊണ്ടുവരുവാനായിട്ട് കഴിയുമായിരുന്നു എന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഇവിടെ സ്കൂളിൻ്റെയും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ അമിതമായ രാഷ്ട്രീയത്തിൻ്റെ ചൂട് കൊണ്ടുവന്ന് ആ സ്കൂളിനെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് ഏതെല്ലാം തരത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു PTA പ്രസിഡന്റ് ഉണ്ടായിരുന്നു, ആ PTA പ്രസിഡന്റിനെ ഒഴിവാക്കി പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ അവിടുത്തെ PTA പ്രസിഡന്റ് ആവുന്ന സാഹചര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതൊക്കെ ഇവിടുത്തെ നാട്ടിലുള്ള ആളുകൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞത്, ഇത് നല്ല കാര്യങ്ങൾ ഇവിടെ നടക്കണം എന്നുള്ള ആഗ്രഹമല്ല. എവിടെ ഏത് കാര്യം വന്നാലും അതിൻ്റെ അകത്ത് രാഷ്ട്രീയത്തിൻ്റെ അപ്രമാദിത്വം കൊണ്ടുവരുന്ന ഒരു പ്രവണതയാണ്. എന്താണ് പ്രസിഡന്റ് ഒരു മറുപടി? ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും മെമ്പർ ആയിരിക്കുമ്പോഴും ഒക്കെ ഒഴിവാക്കപ്പെടുന്നു എന്നാണ് പറയുന്നത്. കൃത്യമായിട്ടാണ് അതിന് ഞാൻ മറുപടി പറഞ്ഞത്. ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. സ്വർണം പണയം വെച്ചിട്ട് തിരിച്ചെടുക്കാൻ പ്രയാസപ്പെടുകയാണോ? അല്ലെങ്കിൽ ലേലത്തിൽ പോകുമോ എന്ന ആശങ്കയുണ്ടോ? കയ്യിലെ സ്വർണത്തിന് എവിടെ മികച്ച വില ലഭിക്കുമെന്നറിയാതെ വിഷമിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഉടൻ ആലപ്പാട് ഗോൾഡിലേക്ക് വിളിക്കൂ. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റിലെ അതാത് ദിവസത്തെ വില ഇവിടെ ലഭിക്കും. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും എത്ര പഴയതായാലും ആലപ്പാട് ഗോൾഡ് അന്നുള്ള ദിവസത്തെ മാർക്കറ്റ് വില നൽകി സ്വർണം തിരിച്ചെടുക്കുന്നു. GPay, RTGS, NEFT, ചെക്ക് എന്നിവയുടെ സൗകര്യവും ഉണ്ട്. പണത്തിന്റെ ടെൻഷൻ വേണ്ട. ആലപ്പാട് ഗോൾഡ് നിങ്ങളുടെ സ്വർണത്തിന് വിപണിയിലെ ഏറ്റവും ഉയർന്ന വില നൽകുന്നു. 2001 മുതൽ കേരളത്തിലെ നമ്പർ 1 ഓൾഡ് ഗോൾഡ് പർച്ചേസ് ഷോപ്പായ ആലപ്പാട് ഗോൾഡ് സാധാരണക്കാരെ സഹായിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ജനസേവനമാണ് നമ്മുടെ ലക്ഷ്യം. വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ആലപ്പാട് ഗോൾഡിനെ സമീപിക്കാം. ഞങ്ങൾ സ്വർണത്തിന് യഥാർത്ഥ മൂല്യം നൽകുന്നു. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മുണ്ടക്കയം KK റോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അടുത്ത് അജ്ഫ ബേക്കേഴ്സ് ബിൽഡിംഗിലും കറുകച്ചാലിൽ മല്ലപ്പള്ളി റോഡിലുള്ള ഫെഡറൽ ബാങ്ക് ബിൽഡിംഗിലും പ്രവർത്തിക്കുന്നു. അതുകൂടാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ സർവീസ് ലഭ്യമാണ്. സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇനി ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ മതി. ആലപ്പാട് ഗോൾഡ് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അടുത്തെത്തും. ആലപ്പാട് ഗോൾഡ് എന്നും നിങ്ങളോടൊപ്പം. Mother soothes, Mother cares, Mother protects, Mother finds always reason to smile. Mother stands up for you for everything. Mary Queen's Mission Hospital, Kanirapalli, Kottayam. We care, God cures. Introducing South India's largest sanitary ware showroom, now in Pala. Welcome to Cochin Saniwares, where luxury meets innovation. Here, every leading sanitary ware brand has its own exclusive space, designed to bring their world to life. Step inside and experience the future of your home,
with real-time previews that let you see exactly how your bathroom, kitchen, or living spaces will look before you decide. കൈകളുടെ അലങ്കാരങ്ങൾക്ക് പരിശുദ്ധ സ്വർണത്തിന്റെ പൊൻപ്രഭയേകാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ബാംഗിൾ ഫെസ്റ്റ്. സമാനതകളില്ലാത്ത ഏറ്റവും പുതിയ ഡിസൈൻ വളകൾക്കൊപ്പം ട്രഡീഷണൽ വളകളുടെ അത്യാകർഷകമായ കളക്ഷനുമായി ഒക്ടോബർ 17 മുതൽ 24 വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ വരൂ. മനസ്സിനിണങ്ങിയ സ്വർണം മിതമായ വിലയിൽ സ്വന്തമാക്കുന്നതിനൊപ്പം അലങ്കാരങ്ങളുടെ പൂർണ്ണത അനുഭവിച്ചറിയാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും മെമ്പർ ആയിരിക്കുമ്പോഴും ഒക്കെ ഒഴിവാക്കപ്പെടുന്നു എന്നാണ് പറയുന്നത്. കൃത്യമായിട്ടാണ് അതിന് ഞാൻ മറുപടി പറഞ്ഞത്. ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ ഉല്ലാസ് തോമസ് ഇവിടെ സൂചിപ്പിച്ചത് അദ്ദേഹത്തിനെ പരിപാടിയിലൊന്നും പങ്കെടുപ്പിച്ചിട്ടില്ലെന്ന്. അദ്ദേഹം ആദ്യത്തെ 3 വർഷം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹത്തെ ആദ്യത്തെ വാർഷിക പദ്ധതി തുടങ്ങി കൃത്യമായിട്ട് അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട റോള് കൊടുത്ത് തന്നെയാണ്, അന്നത്തെ നോട്ടീസൊക്കെ ഇപ്പോഴും ഉണ്ട്, അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട റോള് കൊടുത്ത് തന്നെയാണ് നോട്ടീസ് അടിച്ചിട്ടുള്ളൂ. അദ്ദേഹത്തെ നേരിട്ട് ഒന്നിലെ പ്രസിഡന്റ് അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് ഇല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ വിളിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു പല കാര്യങ്ങളും ഇവിടെ ചെയ്യാമായിരുന്നു എന്ന്. അദ്ദേഹം പറയുന്നതിൽ അർത്ഥമാക്കേണ്ടതെന്നാ ഈ ജനങ്ങൾക്ക് കിട്ടേണ്ടുന്ന പല കാര്യങ്ങളും ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് മുഖേന അന്ന് ഞാൻ കൊടുക്കേണ്ടത് അങ്ങ് തീരുമാനിച്ചു എന്നാണ് ഞാൻ ആ പറഞ്ഞതിൽ നിന്ന് വ്യക്തമായി എടുക്കുന്നത്. അതിനകത്ത് അതിന് വേറെ ഒന്നുമില്ല. കാരണം ജനങ്ങളാണ് തിരഞ്ഞെടുത്ത് വിടുന്നത് എന്നുള്ളൊരു സാമാന്യ ബോധം എല്ലാവർക്കും വേണം, ഞാനടക്കം. കാരണം ജനങ്ങൾക്ക് കൊണ്ടുവരേണ്ടുന്ന വികസന പ്രവർത്തനങ്ങൾ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ചില്ല അല്ലെങ്കിൽ എന്നെ ഫോട്ടോയ്ക്ക് നിർത്തിയില്ല, അതുകൊണ്ട് ഞാൻ ഇനി ആ പഞ്ചായത്തിലേക്ക് ഒന്നും കൊടുക്കുകയില്ല എന്ന് തീരുമാനിക്കുന്നതിൽ തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നതിന്റെ വസ്തുത ഇവിടെ കൂടിയിരിക്കുന്നവർക്കും ഇന്ന് ഈ ചാനലുകളിൽ കൂടി കാണുന്നവർക്കും അത് കൃത്യമായിട്ടും മനസ്സിലാവും. പിന്നെ ഒരു കാര്യവും കൂടിയുണ്ട്. PTA പ്രസിഡന്റ് ആയിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് നേരിട്ട് അവിടെ റോൾ ഏറ്റെടുത്തെന്ന് പറയുന്നു. ഒരിക്കലുമല്ല. അവിടെ PTA പൊതുയോഗം കൂടി എൻ്റെ കുട്ടി അവിടെ പഠിക്കുന്നതുകൊണ്ടാ. ഇവിടെ പല PTA പ്രസിഡന്റുമാരും വന്നത് കുട്ടികളെ വേറെ സ്കൂളിൽ വിട്ടിട്ടാ. അത് മാറി. എൻ്റെ കൊച്ച് ഈ പൊതുവിദ്യാഭ്യാസ യജ്ഞത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ കുട്ടിയെ ഞാൻ ഇത്ര തകർന്നു നിൽക്കുന്ന ഈ പാലക്കുഴ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എൻ്റെ കൊച്ചിനെ കൊണ്ട് ചേർത്തു. എന്തിനാ ഇവിടെ മറ്റുള്ളവർ ചേർക്കാതിരുന്നതിന്റെ? ഈ വിമർശനം ഉന്നയിക്കുന്നവരുടെ കുട്ടികളൊക്കെ എവിടെയാ പഠിക്കുന്നത്? അതൊരു മാതൃകാപരമായ കാര്യമാണ് പ്രസിഡന്റ് പറഞ്ഞത്. പ്രിയമുള്ളവരെ, ഇപ്പോൾ വലിയ സംവാദം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, 2020 മുതൽ 2025 നിൽക്കുന്ന ഈ സമയത്ത് നമുക്കറിയാം ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു ഗ്രാമപഞ്ചായത്താണ് പാലക്കുഴ ഗ്രാമപഞ്ചായത്ത്. നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും വലിയ തലയെടുപ്പുള്ള ആന അല്ലെങ്കിൽ ഏറ്റവും വിലയുള്ള ആന തെച്ചിക്കോട്ട് രാമേന്ദ്രനാണ്. ആ തെച്ചിക്കോട്ട് രാമേന്ദ്രനെ പോലെ കേരളത്തിലെ ഏറ്റവും നല്ല പഞ്ചായത്തായിട്ട് പല ഉയർപ്പോടുകൂടി നമുക്ക് നമ്മുടെ പഞ്ചായത്തിനെ നിർത്താൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെ പറയുന്നത് ഒട്ടനവധി കാര്യങ്ങൾ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ്. നമുക്കറിയാം നമ്മുടെ ഏത് മേഖല പാലക്കുഴ പഞ്ചായത്തിൻ്റെ ആശുപത്രികളോ അംഗൻവാടികളോ ബഡ് സ്കൂളോ സ്പേസോ ലേല മാർക്കറ്റോ എല്ലാം ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ഏതൊരു വ്യക്തികൾക്കും ഇതെല്ലാം നേരിട്ട് വന്ന് കാണാവുന്ന കാര്യങ്ങളാണ്. ചാനലുകാർ പ്രത്യേകിച്ച് ഈ ആരോപണങ്ങൾ നട്ടാൽ കിടക്കാത്ത ആരോപണങ്ങൾ UDF ആരോപിക്കുമ്പോൾ ഈ ഒരു മത്സരച്ചൂടിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെയാണ്. അല്ലാതെ നിങ്ങൾ ഏത് മേഖലയിൽ എടുത്ത് നോക്കിയോ, അംഗൻവാടികൾ എടുത്ത് നോക്കിയോ, ഏത് മേഖലയിലും ഉപ്പണ്ട സ്കൂളിൻ്റെ സ്ഥിതി എടുത്ത് നോക്കിയോ, ഈ കഴിഞ്ഞ 10 വർഷക്കാലം അല്ലെങ്കിൽ കഴിഞ്ഞ 5 വർഷക്കാലം പാലക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ സ്ഥിതി ഇതായിരുന്നോ? നമുക്കറിയാം. ഈ കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ MLA നമ്മുടെ എൽദോ എബ്രാഹിം 1.5 കോടി രൂപ മുടക്കി നമുക്ക് ഒരു പഞ്ചായത്ത് പാലക്കുഴയിൽ ഉണ്ടാക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ MLA ഉണ്ടായിരുന്നപ്പോഴും ഇവിടെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇപ്പം നടക്കുന്നില്ലെന്നുള്ളത് യാഥാർത്ഥ്യങ്ങളാണ്. ഓക്കെ, ആർക്കാണ് ചോദ്യങ്ങളായി ചോദിക്കണേ? പ്രസംഗിച്ചു പോകരുത്. UDF പ്രതിനിധിയോടാണ് ചോദ്യം. കഴിഞ്ഞ 10 വർഷം ഇവിടെ ഒരു MP ഉണ്ട്. 5 വർഷമായി UDFൻ്റെ MLA ഉണ്ട്. 2 ഹൈമാർട്സ് ലൈറ്റും ഈ മണ്ഡലം പ്രസിഡന്റിൻ്റെ വീടിന് മുമ്പിൽ കൂടെ റോഡും അല്ലാതെ മറ്റ് എന്ത് വികസന പ്രവർത്തനമാണ് MLA 5 വർഷമായി ഇവിടെ നടപ്പാക്കിയിട്ടുള്ളത്? അതിനു മുമ്പ് ഒരു MLA ഉണ്ടാവും. നമുക്കറിയാം, ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ 1.5 കോടി രൂപയോളം മുടക്കി പഞ്ചായത്തിൻ്റെ ബിൽഡിങ്ങിന് നമുക്ക് പൈസ തന്നു.
25 ലക്ഷം രൂപയ്ക്ക് നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നമുക്ക് ഫണ്ട് അനുവദിച്ചുകൊണ്ട് പുതിയ ബിൽഡിങ് നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. അതേപോലെ തന്നെ കാവുംപാടം വടക്കം പാലക്കാട് മുങ്ങാവുന്ന റോഡിന് 3 കോടി രൂപയുടെ റോഡ് BMBC നിലവാരത്തിൽ ഉയർത്തുന്നതിനടക്കം നമുക്കിവിടെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഒട്ടേറെ ഗ്രാമീണ റോഡുകൾക്കും ഒട്ടേറെ വികസന പദ്ധതികൾക്കും അത് അദ്ദേഹം നടപ്പാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷമായി മാത്യു കൊള്ളാടൻ MLA ഇവിടെ ഭരിക്കുമ്പോൾ നിരവധിയായ നിവേദനങ്ങൾ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ പഞ്ചായത്ത് ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് ബാക്കി കെട്ടിടം പണിയുന്നതിനും ഇവിടെ ഒരു 15 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു സ്റ്റേഡിയം ഉള്ളത് നമ്മുടെ പഞ്ചായത്ത് സ്കൂളിൻ്റെ സ്റ്റേഡിയമാണ്. അതിൻ്റെ നവീകരണ പ്രവർത്തനം നമുക്കറിയാം. 15 ചുറ്റളവിൽ റോഡുകൾക്ക് MLA ഫണ്ട് അനുവദിക്കാം. 50 ലക്ഷം രൂപ MLA ഫണ്ടും സർക്കാരിൻ്റെ 50 ലക്ഷം 1 കോടി രൂപ അനുവദിക്കാം. അതിന് നിരന്തരമായി ഈ പഞ്ചായത്ത് നിവേദനം കൊടുത്തു. നമ്മുടെ ഹോസ്പിറ്റലുകൾ പുതിയ ബിൽഡിംഗ് പണിയുന്നതിന് നമ്മൾ നിവേദനം കൊടുത്തു. ആയുർവേദ ഹോസ്പിറ്റലുകൾ നിർമ്മിക്കുന്നതിന് പുതിയ നിവേദനം കൊടുത്തു. 1 രൂപ പോലും ഈ ഇത്രയും പ്രധാനപ്പെട്ട വികസന പദ്ധതികൾക്കൊക്കെ നിവേദനം കൊടുത്തിട്ടും നാളിതുവരെയായിട്ട് 1 രൂപ പോലും നൽകിയിട്ടില്ല. കുറേ റോഡുകളുടെ ഫ്ലെക്സ് നിങ്ങൾ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കോഴിപ്പള്ളിയിൽ നിന്ന് മാറിക പോകുന്ന റോഡിന് ഏതാണ്ട് 3 കോടി 4 കോടി രൂപ അനുവദിച്ചു എന്നൊരു ഫ്ലെക്സ് ഉണ്ട്. 450 കോടി മുടക്കി ഈ റോഡിന് ഞങ്ങൾ ഫണ്ട് അനുവദിച്ചെന്ന് നിയമസഭയിൽ പറഞ്ഞതിൻ്റെ ഒരു ഫ്ലെക്സ് 3,000 തൊട്ട് കൂത്താട്ടുകുളം വരെ നിങ്ങൾ ഫ്ലെക്സ് വെച്ചു. എന്തെങ്കിലും പുരോഗതി അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇവിടെ പറയാൻ കഴിയുമോ? ഈ നാടിന് വേണ്ടി എന്താണ് നിങ്ങൾ ചെയ്തത്? മറുപടി MLAയുടെ ഫണ്ടുകൾ പാലക്കാട് പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ റോഡുകൾക്കായിട്ട് നീക്കി വെച്ചിട്ടുണ്ട്. അതൊന്നും അറിയുന്നില്ലായിരിക്കും. ആ ഒരു റോഡ് അതായത് ആറൂര് ചാന്ത്യം ആ റോഡിന് മാത്രം അത് ആകെ വളരെ മോശമായ ഒരു അവസ്ഥയിലുള്ള ഒരു സാഹചര്യത്തിലാണ് 16 ലക്ഷം രൂപ അതിന് അനുവദിച്ചിട്ടുള്ളത്. അതുകൂടാതെ പല റോഡുകൾക്കും കോഴിപ്പള്ളിയിലും പല വിവിധ റോഡുകൾക്കുള്ള ഫണ്ടുകൾ ചെലവഴിച്ചിട്ടുണ്ട്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡ് എന്നുള്ളത് വണ്ടപ്പള്ളി വഴിയുള്ള റോഡിന് കോടിക്കണക്കിന് രൂപ വെച്ചതാണെങ്കിലും MLAക്ക് എതിരെ സർക്കാർ തന്നെ ശ്രീ പിണറായി വിജയൻ തന്നെ അദ്ദേഹത്തിൻ്റെ ആ നിയോജകമണ്ഡലത്തിലുള്ള വികസനങ്ങളെ മറിച്ചിടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ വളരെ താഴ്ത്തിക്കെട്ടുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയാണ് ആ റോഡുകൾ ഇവിടുന്ന് മാറ്റപ്പെട്ടിട്ടുള്ളത്. അത് തൽക്കാലം പെൻഡിങ് വെച്ചു എന്നുള്ള രീതിയിലാണ് അത് പറഞ്ഞിട്ടുള്ളത്. അതുകൂടാതെ ഇപ്പോൾ വാർഷിക പദ്ധതിയിൽ ഏകദേശം കരിമന മുതൽ മാർഗ വരെയുള്ള റോഡുകൾക്കും അതുപോലെ മാർഗയിലുള്ള മറ്റ് ഒരു റോഡിനും അതിന് ഫണ്ട് അനുവദിച്ചിട്ടുള്ളത്. അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാകുന്നേ ഉള്ളൂ. അങ്ങനെയുള്ള ആ സർക്കാർ വികസന ഫണ്ട് തന്നെയാണ് സർക്കാർ വികസന ഫണ്ട് തന്നെയാണ് അത് വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പ്രസിഡൻ്റ് ഒരു കാര്യം പറഞ്ഞു. ആസ്തിയിലുള്ള റോഡാണ് അത് പൂർത്തീകരിച്ചത്. അവിടെ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ഒരു കാര്യം സൂചിപ്പിക്കാറുണ്ട്. ഇപ്പോൾ ചോദ്യം ചോദിച്ചു കൃത്യമായിട്ട് സമയം കളയാണ്ട് പറഞ്ഞ് എന്തൊക്കെ പദ്ധതി നടപ്പാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും എളുപ്പമുണ്ടായിരുന്നു. ഈ പല ചർച്ച കൊണ്ടുപോകാണ്ട് കൃത്യമായിട്ട് പഞ്ചായത്തിൻ്റെ ഉപാധ്യക്ഷൻ ചോദിച്ച പോലെ എന്ത് പദ്ധതികൾ നടപ്പാക്കിയെന്ന് MPയുടെയും MLAയുടെയും പ്രതിനിധിയായിട്ട് നിൽക്കുന്ന ആൾ അതൊന്ന് പറഞ്ഞു തന്നാൽ ഇവിടെയുള്ള കൂടിയിരിക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാവും. അതുകൂടാതെ MPയും പല റോഡിനായിട്ട് ഫണ്ടുകൾ വെച്ചിട്ടുണ്ട്. മാർഗയിൽ ആ റോഡിൻ്റെ പേര് എനിക്ക് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. 2-3 റോഡുകൾക്ക് MP ഫണ്ട് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ സ്ട്രീറ്റ് ലൈറ്റ് അല്ല നമ്മുടെ ഹൈമാസ് ലൈറ്റ് പൂർത്തീകരിച്ചിട്ടുണ്ട്. എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, മറുപടി പ്രസിഡന്റ് പറഞ്ഞ ഒരു കാര്യം, ആസ്തിയിൽ ഇല്ലാത്ത റോഡ് ഈ കഴിഞ്ഞ പദ്ധതിയിൽ പെടുത്തിക്കൊണ്ട് ആസ്തിയിൽ ഇല്ലാത്ത റോഡാണ് 11-ാം വാർഡിലെ പാറയിടക്കിൽ താഴെ നടപ്പാത. അതിന് ഫണ്ട് വെച്ച് തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ നടപ്പാക്കിയിട്ടുണ്ട്. ആസ്തിയിൽ ഇല്ലാത്തതാണ്. അതുകൂടാതെ ആസ്തിയിലുള്ള രേഖകൾ പരിശോധിച്ചപ്പോൾ പല വിധത്തിലുള്ള ഇതിന് മുമ്പത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ജോഷീസ് കരയുടെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് ആസ്തി രേഖയിലേക്ക് അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് മാത്രം രേഖപ്പെടുത്തിയ ഒരു ആസ്തിയിൽ രേഖപ്പെടുത്തണമെങ്കിൽ അവിടെ മുദ്രപേപ്പറിൽ സൈൻ ചെയ്ത രേഖ മറുപടി പറയണം. MLAയുടെ ഫണ്ട് മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട് ഒരു റോഡിന്റെ ഫണ്ട് ക്യാൻസൽ ചെയ്യുമെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. അരി എത്രയെന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാഴി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഏതെങ്കിലും ഒരു റോഡ് ഏതെങ്കിലും ഒരു വികസനം ഇത് പറയാൻ കഴിയണ്ടേ? സംസ്ഥാന സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയാണ്
കരിമ്പന മാറിക റോഡിൻ്റെ 5.5 കോടി രൂപ. ഇവിടെ വില്ലേജ് ഓഫീസിന് പണം വെച്ചിട്ടുള്ളൂ, അങ്ങനെ തന്നെയാണ്. MLAയുടെ ഫണ്ട് ഇത്തരം മേഖലകളിലൊന്നും ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഒരു സ്ഥലത്തും കാണാനില്ല. ഗവൺമെൻറ് ഫണ്ട് ഫോളോ അപ്പ് ചെയ്യേണ്ട ആരാ? ആ നിയോജകമണ്ഡലത്തിലെ MLA. ഇവിടെ ജനപ്രതിനിധികളുടെയോ രാഷ്ട്രീയ കക്ഷികളുടെ യോഗം, ഒരു സംയുക്ത യോഗം ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം നടത്തിയിട്ടുണ്ടോ, വിളിച്ചിട്ടുണ്ടോ? അങ്ങനെ വിളിച്ചാൽ ഇത്തരം ഒരു ഫണ്ടിൽ, ഏതെങ്കിലും ഫണ്ടിനകത്ത് താൽക്കാലികമായി മാറ്റിവെക്കുന്ന, താൽക്കാലികം എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത്, മാറ്റിവെക്കുന്ന നിലയുണ്ടെങ്കിൽ അവിടെ കൂട്ടായി കാണാൻ കഴിയുമല്ലോ. മൂവാറ്റുപുഴയുടെ വികസനം, ഈ നാടിൻ്റെ വികസനം, ഏറ്റവും പ്രധാനപ്പെട്ട ബൈപ്പാസ് റോഡുകൾ ഒന്നാണ്. 4 കിലോമീറ്റർ ദൈർഘ്യം കുറഞ്ഞ ബൈപ്പാസ് റോഡാണ് മൂവാറ്റുപുഴ കൂത്താട്ടുകുളം പാലക്കാട് വഴി വരുന്ന ബൈപ്പാസ് റോഡ് ഏറ്റെടുത്തത്. ആ പ്രോജക്റ്റ് ഫോളോ ചെയ്യാതെ കളഞ്ഞു. ഓരോ പദ്ധതികളും അങ്ങനെയാണ്. ഈ നിയോജകമണ്ഡലത്തിലെ പ്രധാനപ്പെട്ട പദ്ധതികളൊന്നും ഫോളോ ചെയ്യുന്നില്ല. ഫോളോ ചെയ്യലല്ല പണി, ചാനലിൽ നിൽക്കലാണ്, കോടതിയിൽ പോകലാണ്, പരാജയം ഏറ്റുവാങ്ങലാണ്, അടി മേടിക്കലാണ് പണി. ഇനി പോകുന്നത് ആഗോള കോടതിയിലാണല്ലോ, അവിടെ പോയി വരട്ടെ, ആസ്ട്രാമിൽ പോയി വരട്ടെ, ഇത് മാത്രമേ പണിയുള്ളൂ. അല്ലാതെ ഈ മണ്ഡലത്തിൻ്റെ വികസന കാര്യങ്ങൾ അദ്ദേഹം ഇടപെടുന്നില്ല. MP തന്നെ, MPയുടെ ഇന്ന റോഡിന് കൊടുത്തു എന്ന് പറയാൻ കഴിയണ്ടേ? ഇത് ഒന്നും ചെയ്തില്ല എന്നൊന്നുമല്ല പറഞ്ഞത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ പറഞ്ഞു, അദ്ദേഹം വ്യക്തിപരമായ ചില പ്രോജക്റ്റുകൾ ഏറ്റെടുത്തെന്ന് ഇവിടെ പറഞ്ഞില്ല. ഈ പ്രോജക്റ്റുകൾ സംബന്ധിച്ച് നിർദ്ദേശം വെക്കുന്ന, സംയുക്ത സംരംഭങ്ങളെ സംബന്ധിച്ച് നിർദ്ദേശം വെക്കുന്ന ആസൂത്രണ സമിതിയും ജില്ലാ പഞ്ചായത്ത് ആണ് താഴോട്ട് ഞങ്ങൾ ഇന്നലെ പ്രോജക്റ്റ് ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നു, ഗ്രാമപഞ്ചായത്ത് അതിന് എത്ര മാറ്റിവെക്കും, ബ്ലോക്ക് പഞ്ചായത്ത് എങ്ങനെ മാറ്റിവെക്കും? ഈ ചോദ്യം ഉണ്ടായില്ല. ജോയിൻറ്റ് പ്രോജക്റ്റുകൾ ഉണ്ടാവും. പാലക്കാട് വികസനത്തിന് വേണ്ടേ? അതുണ്ടായില്ല എന്നാണ് പറഞ്ഞ കാര്യം. ഇത് ഇത്തരം കാര്യങ്ങളൊന്നും പറയാതെ വികസന കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതെ തിരിഞ്ഞു നോക്കാതെ പോയ കാലമാണ് യഥാർത്ഥത്തിൽ ഈ 2 ജനപ്രതിനിധിയുടെ ഭാഗത്തുണ്ടായത്. അല്ല, ഒരു മിനിറ്റ്, ഞാൻ പ്രസിഡന്റിനോട് ഒരു ചോദ്യം ചെയ്തു. ജലജീവൻ മിഷന്റെ കാര്യത്തിൽ എന്താണ് പഞ്ചായത്ത് സ്വീകരിച്ചിരിക്കുന്ന നടപടി? എന്തുകൊണ്ട് ആ പദ്ധതി നടപ്പായില്ല? അതിന് മറുപടി കിട്ടിയില്ലായിരുന്നു. ജലജീവൻ മിഷൻ്റെ പദ്ധതി ഏകദേശം 90% പാലക്കുഴ ഗ്രാമപഞ്ചായത്തിൽ പൂർത്തീകരിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പള്ളിക്കുന്നേൽ പുതിയ ടാങ്ക് പണിത് അതിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. എലച്ചിക്കുന്ന് ടാങ്ക് പൂർത്തീകരിച്ചിട്ടുണ്ട്. ചേലപ്പുഴ ടാങ്ക് കമ്മീഷൻ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിലത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ജലജീവൻ മിഷൻ്റെ ഇപ്പോൾ 2ാം ഘട്ട ഒരു വർക്ക് ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ഈ പഞ്ചായത്തിൻ്റെ പദ്ധതി കമ്മീഷൻ ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇപ്പോൾ ഈ ഭരണസമിതിയുടെ കാലയളവിൽ നടന്നില്ലെങ്കിലും ഈ വരുന്ന സമയത്തിനുള്ളിൽ തന്നെ ഈ പദ്ധതി ആലപ്പുഴ കഴിഞ്ഞാൽ പാലക്കുഴയിലെ പണി ആരംഭിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമുക്കത് കമ്മീഷൻ പൂർത്തീകരിക്കാനും സാധിക്കും. എല്ലാ വീടുകളിലും വെള്ളം എത്തിച്ചേരുകയും ചെയ്യും. പിന്നെ ജലജീവൻ പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ചോദ്യം. ഇവിടെ ഈ 90% എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എത്ര കിലോമീറ്റർ പൈപ്പുണ്ട്, എത്ര പേർക്ക് കണക്ഷൻ കൊടുക്കാനുണ്ട്? 90% എന്ന് പറഞ്ഞാൽ എത്ര കിലോമീറ്റർ പൈപ്പ് ഇടാനുണ്ട്, എത്ര പേർക്ക് കണക്ഷൻ കൊടുക്കാനുണ്ട്, എത്ര പേർക്ക് കൊടുത്തിട്ടുണ്ട്? എത്ര കിലോമീറ്റർ പൈപ്പ് ഇട്ടു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചായത്തിന്റെ മുഴുവൻ പ്രദേശങ്ങളിലും നമ്മൾ കുടിവെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പൈപ്പ് ഇട്ടിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള കിലോമീറ്റർ കണക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് പറയാൻ സാധിക്കില്ല. ഏകദേശം 600ഓളം കണക്ഷനുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് പഞ്ചായത്തിൽ. 600 കണക്ഷനിൽ ഏതെങ്കിലും വീട്ടിൽ വെള്ളം എത്തിക്കാനുള്ള ഒരു സംവിധാനം നൽകി. അത് ആ മെമ്മോ ആ സൈറ്റിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ മാറിക ഭാഗത്ത് ചേലപ്പുഴ ടാങ്ക് കമ്മീഷൻ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ആ വീടുകളിൽ കുടിവെള്ളം എത്തിച്ചിട്ടുണ്ട്. പള്ളിക്കുന്ന് ടാങ്കാണ് നമുക്ക് കമ്മീഷൻ ചെയ്യാൻ പറ്റാത്തത്. അത് കമ്മീഷൻ ചെയ്യുന്ന ഉടനെ തന്നെ നടക്കുമെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. പിന്നെ എലച്ചിക്കുന്ന് ടാങ്ക് കമ്മീഷൻ ചെയ്ത് വടക്കം പാലക്കാട് പ്രദേശത്തേക്കും വെള്ളം എത്തിച്ചിട്ടുണ്ട്. വെള്ളം എത്തിച്ചത് ഞാൻ കൃത്യമായിട്ട് ചോദിക്കുന്നത് സ്രോതസ് ചോദിച്ചതാണെന്നുണ്ടെങ്കിൽ പാലക്കാട് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള ആകെയുള്ള സ്രോതസ് എന്ന് പറയുന്നത് ആരപ്പുഴ മൂഴിയിൽ നിന്നുള്ള വെള്ളമാണ്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ സ്രോതസ് വെച്ചിട്ടാണ് ഇവിടെ പദ്ധതികൾ ഏറ്റെടുത്തിട്ടുള്ളതും. ഈ ആരപ്പുഴയും പാലപ്പുഴയും അതിൻ്റെ ഭാഗമായിട്ടാണ്, ആരപ്പുഴയിൽ നിന്ന് കിട്ടുന്ന വെള്ളത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കിവിടെ കുടിവെള്ളം എത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ പൈപ്പുകൾ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ട് കൃത്യമായിട്ട് വെള്ളത്തിനുള്ള ഒരു സാഹചര്യം ഒരുക്കാണ്ടാണ് ഇത് ചെയ്തത്? അതുകൊണ്ടാണ് ഈ പാലക്കാട് പഞ്ചായത്തിൽ ഈ ജലജീവൻ മിഷൻ കേന്ദ്ര സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവരിക്കുന്ന പദ്ധതി പാളിപ്പോകാനുള്ള പ്രധാനമായിട്ടുള്ള കാരണം പഞ്ചായത്തിന്റെ നരേന്ദ്രമോദി സർക്കാരിന് മാത്രം പറയല്ലേ, കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും പഞ്ചായത്തും എല്ലാം വിഹിതം വെക്കുന്ന പദ്ധതിയാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ പദ്ധതി. സോഴ്സിന്റെ കാര്യം പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. സോഴ്സ് പാലക്കുഴയിലില്ല, ആരക്കുഴയിലാണ്. ഇവിടെയുള്ള കുടിവെള്ള പദ്ധതി, വലിയ കുടിവെള്ള പദ്ധതികളെല്ലാം അങ്ങനെയാണ്. ആരക്കുഴയിൽ നിന്ന് പമ്പ് ചെയ്ത് കൊണ്ടുവന്ന് ടാങ്കുകളിൽ ശേഖരിച്ച് ആ ടാങ്കുകളിൽ നിന്നാണ് വിതരണം നടത്തുക. ജലനിധി ആയാലും മറ്റ് പദ്ധതികളായാലും അതെ. ആരക്കുഴ പാലക്കുഴയുടെ 2ാം സ്കീമാണ് അവസാനം ജലജീവൻ മിഷനായി മാറിയത്. ആ 2ാം സ്കീം ആയപ്പോഴത്തേക്കും പുതിയ ടാങ്ക് വന്നു. ആ പുതിയ ടാങ്കിൽ നിന്ന് അതിലേക്ക് വെള്ളം പമ്പിംഗ് മെയിൻ പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. 1-2 സ്ഥലങ്ങളിലൊക്കെ അത് ചില അനുമതിയുടെയൊക്കെ പ്രശ്നം വന്നു. റോഡ് വെട്ടിപ്പൊളിക്കുന്ന കാര്യത്തിൽ അത്തരം ചില പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇത് പൂർത്തീകരിക്കാത്തത്. അത് ഇതിൻ്റെ ഒപ്പം തന്നെയാണ് 2 പ്രോജക്റ്റ് നടക്കാക്കുക. കുടിവെള്ള കണക്ഷൻ കൊടുക്കാതെ തീരുമാനിക്കേണ്ട ഭാഗം തന്നെയല്ലേ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ഉണ്ടേ. ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. സ്വർണം പണയം വെച്ചിട്ട് തിരിച്ചെടുക്കാൻ പ്രയാസപ്പെടുകയാണോ? അല്ലെങ്കിൽ ലേലത്തിൽ പോകുമോ എന്ന ആശങ്കയുണ്ടോ? കയ്യിലെ സ്വർണത്തിന് എവിടെ മികച്ച വില ലഭിക്കുമെന്നറിയാതെ വിഷമിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഉടൻ ആലപ്പാട് ഗോൾഡിലേക്ക് വിളിക്കൂ.
നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റിലെ അതാത് ദിവസത്തെ വില ഇവിടെ ലഭിക്കും. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും എത്ര പഴയതായാലും ആലപ്പാട്ട് ഗോൾഡ് അന്നുള്ള ദിവസത്തെ മാർക്കറ്റ് വില നൽകി സ്വർണം തിരിച്ചെടുക്കുന്നു. GPay, RTGS, NEFT, ചെക്ക് എന്നിവയുടെ സൗകര്യവും ഉണ്ട്. പണത്തിന്റെ ടെൻഷൻ വേണ്ട. ആലപ്പാട്ട് ഗോൾഡ് നിങ്ങളുടെ സ്വർണത്തിന് വിപണിയിലെ ഏറ്റവും ഉയർന്ന വില നൽകുന്നു. 2001 മുതൽ കേരളത്തിലെ നമ്പർ 1 ഓൾഡ് ഗോൾഡ് പർച്ചേസ് ഷോപ്പായ ആലപ്പാട്ട് ഗോൾഡ് സാധാരണക്കാരെ സഹായിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ജനസേവനമാണ് നമ്മുടെ ലക്ഷ്യം. വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ആലപ്പാട്ട് ഗോൾഡിനെ സമീപിക്കാം. ഞങ്ങൾ സ്വർണത്തിന് യഥാർത്ഥ മൂല്യം നൽകുന്നു. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മുണ്ടക്കയം KK റോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അടുത്ത് അജ്ഫ ബേക്കേഴ്സ് ബിൽഡിംഗിലും കറുകച്ചാലിൽ മല്ലപ്പള്ളി റോഡിലുള്ള ഫെഡറൽ ബാങ്ക് ബിൽഡിംഗിലും പ്രവർത്തിക്കുന്നു. അതുകൂടാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ സർവീസ് ലഭ്യമാണ്. സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇനി ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ മതി. ആലപ്പാട്ട് ഗോൾഡ് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അടുത്തെത്തും. ആലപ്പാട്ട് ഗോൾഡ് എന്നും നിങ്ങളോടൊപ്പം. Mother soothes, Mother cares, Mother protects, Mother finds always reason to smile. Mother stands up for you for everything. Mary Queen's Mission Hospital, Kanirapalli, Kottayam. We care, God cures. Introducing South India's largest sanitary wear showroom, now in Pala. Welcome to Cochin Saniwares, where luxury meets innovation. Here, every leading sanitary wear brand has its own exclusive space, designed to bring their world to life. Step inside and experience the future of your home, with real-time previews that let you see exactly how your bathroom, kitchen, or living spaces will look before you decide. കൈകളുടെ അലങ്കാരങ്ങൾക്ക് പരിശുദ്ധ സ്വർണത്തിന്റെ പൊൻപ്രഭയേകാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ബാംഗിൾ ഫെസ്റ്റ്. സമാനതകളില്ലാത്ത ഏറ്റവും പുതിയ ഡിസൈൻ വളകൾക്കൊപ്പം ട്രഡീഷണൽ വളകളുടെ അത്യാകർഷകമായ കളക്ഷനുമായി ഒക്ടോബർ 17 മുതൽ 24 വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ വരൂ. മനസ്സിനിണങ്ങിയ സ്വർണം മിതമായ വിലയിൽ സ്വന്തമാക്കുന്നതിനൊപ്പം അലങ്കാരങ്ങളുടെ പൂർണ്ണത അനുഭവിച്ചറിയാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. കേന്ദ്രവിഹിതമൊക്കെ പൈസ എത്തിയിട്ടുണ്ട്. കൃത്യമായ പ്ലാനിങ് കൊടുക്കാത്തതുകൊണ്ടാണ് കേന്ദ്രവിഹിതം വരാത്തത്. പൈസ തന്നെ പരിപാടിയൊന്നുമില്ല കേന്ദ്രം. ഇത് ആദ്യം പദ്ധതി പൂർത്തീകരിക്കുക. ചോദ്യം BJPയുടെ പ്രതിനിധിയോടാണ്. ഈ കേന്ദ്ര സർക്കാരിൻ്റെ എന്ത് സേവന പദ്ധതികളാണ് നമ്മുടെ മേഖലയിൽ നടപ്പിലാക്കിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കൊള്ളാം. അതിൽ ആദ്യം തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ഉന്നയിച്ചു വന്ന ഒരു ആരോപണമായിരുന്നു കോവിഡ്. കേന്ദ്ര സർക്കാരിൻ്റെ സബ്സിഡി മേടിക്കാത്ത ഒരാൾ പോലും ഈ പഞ്ചായത്തിലുണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ ആ കോവിഡ് വാക്സിൻ നൽകിയത് കേന്ദ്ര സർക്കാരാണ്, നരേന്ദ്രമോദി സർക്കാരാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പദ്ധതിയാണ്. അതുകൊണ്ട് ആദ്യം പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ വലിയ വാഗ്വാദം നടത്തൽ നമുക്ക് സന്തോഷിക്കാം. നമ്മുടെ പഞ്ചായത്തിൽ ഈ പറയുന്ന ഒരുപാട് മരണങ്ങളോ ഒന്നും നടക്കാത്തതിൽ നമുക്ക് ഒരു സന്തോഷമുണ്ട്. അത് കൃത്യമായിട്ട് തന്നെ നരേന്ദ്രമോദി സർക്കാർ അതിൻ്റെ വാക്സിൻ കൃത്യമായ സ്ഥലത്ത് എത്തിച്ചു. അതുപോലെ എല്ലാവർക്കും തന്നെ അറിയാം 4500-ൽ പരം ആളുകൾക്ക് കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന ആ 6000 രൂപ വെച്ചിട്ട് കൃത്യമായിട്ട് എല്ലാ വർഷവും അക്കൗണ്ടിലേക്ക് വരുന്നുണ്ട്. കൃഷിക്കാരല്ലെങ്കിൽ പോലും ഇവിടെ ക്യൂ നിന്ന് മേടിക്കുന്ന സഖാക്കന്മാരെയും കോൺഗ്രസ്സുകാരെയാണ് നമ്മൾ കൃത്യമായിട്ട് കൃഷി ഓഫീസിന് മുമ്പിൽ കണ്ടത്. ആ 6000 രൂപ അതുപോലെ തന്നെ സർവ്വ മേഖലയിലും വികസനം എത്തിക്കുക എന്നുള്ള നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഉദ്ദേശത്തോട് വിളകൾക്കുള്ള ഇൻഷുറൻസ്, ഈ കിസാൻ സമ്മാൻ നിധി, അതുപോലെ കാർഷിക മേഖലയ്ക്ക് മുദ്രാ ലോണ്, വികസനം തുടങ്ങിയ സ്റ്റീൽ ഇൻഡസ്ട്രിയിലുള്ള ആളുകൾക്കുള്ളത്, വിശ്വകർമ്മ യോജനക്കുള്ള പദ്ധതികൾ, നിരവധി ധാരാളം പദ്ധതികൾ നരേന്ദ്രമോദി സർക്കാർ ഈ ജനങ്ങൾക്ക് വേണ്ടി ഇവിടെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എനിക്ക് UDFൻ്റെ പ്രതിനിധിയോട് ഒരു കാര്യം ചോദിക്കാനുള്ളത്. ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ വേണം തെളിനീരൊഴുകും നവകേരളം എന്ന പദ്ധതിയുടെ ഭാഗമായി കരിമ്പന തോട്
ശുദ്ധീകരിക്കാമെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ മണ്ണ് കൂനിയത് വെള്ളം ഒഴുകുന്നതിന് പറ്റുന്ന രീതിയിലേക്ക് അതാക്കി തീർക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത് ജില്ലാ പഞ്ചായത്ത് യോഗം കൂടിയപ്പോൾ നമ്മൾ പോയി അത് പറഞ്ഞ് എഴുതി കൊടുത്തതാണ്. ഒരു നടപടിയും ആ ഭാഗത്തുണ്ടായില്ല. നമ്മുടെ ഈ റോഡുകൾ ജില്ലാ പഞ്ചായത്തിന് കൊടുത്തില്ല എന്ന കാരണത്താലാണ് ജില്ലാ പഞ്ചായത്ത് പൈസ അനുവദിക്കാതിരുന്നത്. ഈ റോഡ് ജില്ലാ പഞ്ചായത്തിന് എഴുതി കൊടുത്തിട്ടുള്ള അവരുടെ ആസ്തി വികസന ഫണ്ടിൽ വന്നിട്ടുള്ളതാണ്. ഈ റോഡ് ഇപ്പോൾ നമ്മൾ കണ്ടാൽ അറിയാം, അത് പരിച്ഛേദം പോയി കിടക്കുകയാണ്. ആ ഭാഗത്തേക്ക് ഒരു 10 പൈസ പോലും മുടക്കാൻ ജില്ലാ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടില്ല. ഈ രണ്ട് കാര്യങ്ങൾക്കും ഉത്തരം പറയാം. അതുപോലെ ഒരു കാര്യം ഇവിടെ ഉണ്ട്. ഇന്ന് നമ്മുടെ ഈ പാക്കംകാറെന്ന് കോഴിപ്പള്ളി ഭാഗത്തേക്ക് വരുന്ന ആ റോഡുണ്ട്. ആ റോഡിന് 10 ലക്ഷം രൂപ MLA അനുവദിച്ചിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട സിബി അവിടെ ഒരു യോഗത്തിൽ പറയുകയുണ്ടായി. പക്ഷേ ഇതുവരെ അതിനെക്കുറിച്ച് ഉള്ള ഒരു ഉത്തരവും കൂടി കിട്ടിയാൽ കൊള്ളാം. ഓക്കെ. പാക്കമ്പാറ റോഡിനുള്ള അനുവദിച്ചതായിട്ട് നമുക്ക് അറിയില്ല. തെളിനീര് പ്രസിഡന്റോടാണ് ചോദിക്കാനുള്ളത്. പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം പാലക്കാട് പഞ്ചായത്തിൽ വീടുകൾ നൽകുന്നതിന് ചിറ്റമ്മ നയമാണ്. ലൈഫ് പദ്ധതി ഭവന പദ്ധതി പ്രകാരമാണ് കൂടുതൽ വീടുകൾ നൽകിയിട്ടുള്ളത്. ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രമാണ് 1-2 വീടുകൾ നൽകിയതായിട്ട് അറിയാൻ പറ്റുള്ളൂ. എത്ര വീടുകൾ പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം നൽകിയിട്ടുണ്ട് എന്നൊന്ന് വിവരിക്കാമോ? പാലക്കാട് ഗ്രാമപഞ്ചായത്തിലെ ഭവനരഹിതരായിട്ടുള്ള നമ്മുടെ ലൈഫിൻ്റെ ലിസ്റ്റിൽപ്പെട്ടതും PMAY ലിസ്റ്റിൽപ്പെട്ട മുഴുവൻ ആളുകൾക്കും പഞ്ചായത്ത് ഭരണസമിതി അവർക്ക് വീട് കൊടുക്കുന്നതിനുള്ള പ്രവർത്തനം ചെയ്തിട്ടുണ്ട്. വീട് പണികൾ ഏകദേശം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ലൈഫ് ഭവനം പൂർണ്ണമായിട്ട് നമുക്ക് നടപ്പാക്കാൻ സാധിച്ചു. PMAYയിലുണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ലൈഫിലുണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ 25 സെൻറ്റ് കൂടുതലുള്ളവർ അവർക്ക് ലൈഫ് ഭവന പദ്ധതിയിൽ വീട് ലഭ്യമാകില്ലായിരുന്നു. അങ്ങനെയുള്ളവരെ കൃത്യമായിട്ട് PMAY ലിസ്റ്റിൽ ഉൾപ്പെടുത്തി 2 പദ്ധതിയിലും പെടുത്തിക്കൊണ്ട് പഞ്ചായത്തിലെ മുഴുവൻ ആളുകൾക്കും വീട് കൊടുക്കുന്നതിന് ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്തിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഇപ്പോഴും വീടുകൾ കിട്ടാത്ത ആൾക്കാരുണ്ട്. ചിലർ സാങ്കേതിക തടസ്സം കാരണം അവരുടെ പോക്കുവരവ് ചെയ്യാത്തതിൻ്റെ ഒക്കെ ഇതുകൊണ്ട് വീട് കിട്ടാത്ത ആൾക്കാർ വരെ പാലക്കാട് പഞ്ചായത്തിലുണ്ട്. അവർക്കൊന്നും കൊടുക്കാണ്ട് പാർട്ടിക്കാർക്ക് മാത്രമാണ് കൂടുതൽ വീടുകൾ നൽകിയിരിക്കുന്നത്. വാടകയ്ക്ക് താമസിക്കുന്ന വേറെ പാർട്ടിക്കാർ ഇഷ്ടംപോലെ ആൾക്കാർ ഈ പാലക്കാട് പഞ്ചായത്തിലുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും പദ്ധതി എന്ന് പറയുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് നേരിട്ട് പഞ്ചായത്തിൽ അപേക്ഷ മേടിക്കുകയല്ല, അത് കൃത്യമായിട്ട് ഓൺലൈൻ സംവിധാനമാണ്. പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ അവർക്ക് അപേക്ഷ കൊടുക്കാനായിട്ട് ഓൺലൈൻ വഴിയാണ് അപേക്ഷ കൊടുക്കേണ്ടത്. അക്ഷയ വഴി അപേക്ഷ കൊടുക്കുമ്പോൾ അവിടെ സമർപ്പിക്കേണ്ട രേഖകൾ എന്തൊക്കെയാണെന്ന് ഈ പറയുന്ന ഓരോ ഗുണഭോക്താവിനെയും അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ പേപ്പർ വർക്കുകൾ പൂർത്തീകരിക്കേണ്ടത് ആ ഗുണഭോക്താവാണ് ചെയ്യേണ്ടത്. അതിനുശേഷം പിന്നീട് വരുന്ന നടപടിക്രമങ്ങൾ മാത്രമാണ് പഞ്ചായത്തിന് ചെയ്യേണ്ടതുള്ളൂ. പഞ്ചായത്തിൻ്റെ ലിസ്റ്റിൽ പെടുന്ന എല്ലാവർക്കും ഒരാളെ പോലും പഞ്ചായത്ത് മാറ്റി നിർത്തിയിട്ടില്ല. കൃത്യമായിട്ടുള്ള എൻക്വയറി നടത്തി അതിനകത്ത് എല്ലാവർക്കും 2019 ലാസ്റ്റ് ലൈഫിൻ്റെ അപേക്ഷ സ്വീകരിച്ചത്. PMAYയുടെയും ആ കാലഘട്ടത്തിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ആ സമയങ്ങളിൽ സ്വീകരിച്ച മുഴുവൻ ആളുകൾക്കും പഞ്ചായത്ത് വീട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വീടുകൾക്ക് അപേക്ഷ ലഭ്യമായിട്ടില്ല, അല്ലെങ്കിൽ സർക്കാർ മേടിക്കാനായിട്ട് അതിനുള്ള പദ്ധതികൾ വെച്ചിട്ടില്ല. ശരി ശരി ശരി. 2 കാര്യങ്ങളാണ് ചോദിക്കാനുള്ളത്. ഒന്ന്, ആരോടാണ്? ഭരണസമിതിയോടാണ്. ഈ പുടവക്കര റോഡ്, ഇതിലെ പോകുന്ന റോഡ് ഇപ്പോൾ LDFൻ്റെ പ്രവർത്തകർ തന്നെ പറഞ്ഞു ഈ റോഡിൽ നടക്കാൻ സാധിക്കുന്നില്ല എന്ന്. അതിനു മുമ്പ് പറഞ്ഞു അവാർഡ് കിട്ടിയ പഞ്ചായത്താണ്, ഒത്തിരി നേട്ടങ്ങളുണ്ടായിട്ടുണ്ടെന്ന്. ഈ പ്രദേശത്ത് ഒരു റോഡുകളും, ഉൾപ്രദേശത്തെ ഒരു റോഡുകളും നമുക്ക് നടന്നു പോകാൻ സാധിക്കാത്ത രീതിയാണ്. അതിനൊരു ചോദ്യം, ഇത് ശരിയായിട്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ റോഡാണോ അതെയോ പഞ്ചായത്തിൻ്റെ റോഡാണോ? അതിനൊരു ഇത്. 2, ഈ ഇരിക്കുന്ന ലേല മാർക്കറ്റ് ഇവിടെ കാർഷിക മേഖലയ്ക്ക് ഭയങ്കരമായിട്ട് ഏതാണ്ടൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു, ഒന്നും ചെയ്തിട്ടില്ല. ഈ മാർക്കറ്റ് തുടങ്ങിയിട്ട് ഏതാണ്ട് 7 വർഷങ്ങളായി. ഇവിടെ ഈ മാർക്കറ്റ് തുടങ്ങാൻ എല്ലാവരിൽ നിന്നും 1000 രൂപ വീതം ഷെയർ എടുത്ത് തുടങ്ങിയ ഒരു മാർക്കറ്റാണ്. ഇതുവരെ സാധാരണ ഈ ലേല മാർക്കറ്റ് തുടങ്ങുമ്പോൾ ആ ഷെയർ എടുത്തവർക്ക് കമ്മീഷനിൽ അല്പം കുറവ് വരുത്താറുണ്ട്. ഇത് എല്ലാവരോടും മേടിക്കുന്നൊപ്പം കമ്മീഷനും മേടിക്കുന്നു. ഇതുവരെ ഒരു 10 പൈസ പോലും ഡിവിഡൻ്റായിട്ട് ഒരു കർഷകർക്കും കൊടുത്തിട്ടില്ല. കാർഷിക മേഖല നല്ല രീതിയിലാണ് ഇവിടെ നന്നായിട്ട് അഭിവൃദ്ധിപ്പെട്ടെന്ന് പറഞ്ഞു. നമ്മൾ സമീപ പ്രദേശത്തുള്ള കൂത്താറ്റോളം, അതുപോലെ തന്നെ പണ്ടപ്പള്ളി മാർക്കറ്റ് എടുത്ത് നോക്ക്, അവിടെ വരുന്ന സാധനങ്ങൾ നോക്ക്, ഇവിടെ വരുന്ന സാധനങ്ങൾ, ഇവിടെ ഓരോ ദിവസവും കുറഞ്ഞു വരികയാണ്. ഇതിൻ്റെ ഒരു മറുപടി പ്രതീക്ഷിക്കുന്നു. പുടവക്കര റോഡ് ജില്ലാ പഞ്ചായത്തിൻ്റെ ആസ്തി കിടക്കുന്ന റോഡാണ്. ഇവിടുത്തെ റോഡുകൾ ജില്ലാ പഞ്ചായത്തിൻ്റെ ആസ്തിയിൽ റോഡുകൾ ഇല്ലാത്തത് കൊണ്ടാണ് ജില്ലാ പഞ്ചായത്തിന് കൃത്യമായിട്ട് സർക്കാരിൻ്റെ സഹായം കിട്ടാത്തത് എന്ന് പറഞ്ഞ് നിർബന്ധപൂർവ്വം പഞ്ചായത്തിനെ കൊണ്ട് ഇവിടെ പഞ്ചായത്തിൻ്റെ ആസ്തി കിടന്ന റോഡുകൾ 6 മീറ്റർ വീതിയുള്ള എല്ലാ റോഡുകളും അത്
പല രീതിയിലും പല വേദികളിലും രാഷ്ട്രീയ ആരോപണമായിട്ട് ഉന്നയിച്ച് പഞ്ചായത്ത് ഈ റോഡുകൾ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ ആസ്തി പെടുത്താത്തതെന്ന് പറഞ്ഞാൽ പല ആക്ഷേപങ്ങൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ച 6 മീറ്റർ വീതിയുള്ള എല്ലാ റോഡുകളും ജില്ലാ പഞ്ചായത്തിൻ്റെ ആസ്തിയിലേക്ക് പെടുത്തിയിരിക്കുന്നത്. ആ റോഡാണ് പുടവക്കര മെമ്മോറിയൽ റോഡ് എന്ന് പറയുന്നത്. എന്നിരുന്നാൽ പോലും ജില്ലാ പഞ്ചായത്തിൻ്റെ ആസ്തി പെട്ടതാണെങ്കിലും അതിനകത്ത് 1-2 പ്രാവശ്യം അതിൻ്റെ റോഡുകളിൽ പോയി കിടന്ന സാഹചര്യത്തിൽ പഞ്ചായത്ത് റോഡിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ആ റോഡ് മെയിൻ്റനൻസ് ചെയ്യാനായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. ഇവിടെ സൂചിപ്പിച്ച പറഞ്ഞ പഞ്ചായത്തിനും ജില്ലാ പഞ്ചായത്തിനാണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്തിനാണെങ്കിലും അവരുടെ ആസ്തിയിലുള്ള റോഡുകളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിഹിതം ലഭ്യമാക്കുന്നത്. അപ്പോൾ പഞ്ചായത്തിന് കിട്ടുന്ന വിഹിതം കുറച്ച് കുറഞ്ഞാൽ പോലും ഈ റോഡിനെ 2 ഘട്ടങ്ങളിലായിട്ട് പൈസ നീക്കി വയ്ക്കുന്നതിന് പഞ്ചായത്ത് ഇടപെടൽ നടത്തിയിട്ടുണ്ട്. പിന്നീട് മാർക്കറ്റിൻ്റെ കാര്യം, മാർക്കറ്റ് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്താണ് ഈ മാർക്കറ്റ് ഇവിടെ വരുന്നത് തന്നെ. ഈ പഞ്ചായത്തിന് പൊതുസ്ഥലങ്ങളില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അന്നത്തെ പഞ്ചായത്ത് ഭരണസമിതി കൃത്യമായിട്ട് ഇടപെട്ടിട്ട് ഇവിടെ ഈ സ്ഥലത്ത് ഈ മാർക്കറ്റ് കൊണ്ടുവരും. അതിനുശേഷം ഇതിന് അടിസ്ഥാന സൗകര്യ വികസനങ്ങളിലടക്കം മാറി വന്ന പഞ്ചായത്ത് ഭരണസമിതികൾ കൃത്യമായിട്ട് ഇവിടെ ആവശ്യപ്പെട്ടതിനനുസരിച്ച് ലേല മാർക്കറ്റിൽ നിന്ന് ആവശ്യപ്പെട്ടതിനനുസരിച്ച് ഇതിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ വർദ്ധിപ്പിച്ച് തുക മാറ്റിവെച്ചാണ് പോകുന്നത്. മറ്റ് ഷെയർ അടക്കമുള്ള കാര്യങ്ങളുടെ കാര്യം അത് ഭരണസമിതിയാണോ പഞ്ചായത്താണോ വാങ്ങിച്ചത്, അതെയോ ഇവിടുത്തെ ഈ ഭരണസമിതിയാണോ, ഈ മാർക്കറ്റിൻ്റെ ഒരു ഭരണസമിതിയുണ്ട് അതാണോ മേടിച്ചതെന്നുള്ള കാര്യം കൃത്യമായി പറഞ്ഞെങ്കിൽ അതിന് മറുപടി പറയാൻ പറ്റുള്ളൂ. പ്രസിഡന്റ്, ഒരു കാര്യം ഒന്ന്, ഈ റോഡ് നിലവിൽ പഞ്ചായത്തിൻ്റെ ആണോ ജില്ലാ പഞ്ചായത്തിൻ്റെ ആണോ എന്ന് ഒറ്റ വാക്കിലൊരു ഉത്തരം തന്നെ. ജില്ലാ പഞ്ചായത്തിന്റെ. അതുകൊണ്ടാണ് പഞ്ചായത്ത് അതിനകത്ത് ഒന്നും ചെയ്യാത്തത്. പഞ്ചായത്ത് ചെയ്തു എന്ന് പറഞ്ഞല്ലോ. പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തിന്റെ ആസ്തി കടക്കുമ്പോഴും പഞ്ചായത്ത് അതിനകത്ത് കാര്യമായിട്ട് ചെയ്യാൻ പോയി കടന്ന ഭാഗങ്ങൾ പഞ്ചായത്തിന് വരുന്നത് പഞ്ചായത്ത് ആസ്തിപ്പെടുന്ന റോഡുകൾക്കുള്ള വിഹിതം കൃത്യമായി. നാളെ ഇതുവരെ നിങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാൽ ഇതൊരു സഞ്ചാരോഗ്യമായിട്ടുള്ള റോഡാണെന്ന് പ്രസിഡന്റിന് തോന്നിയിട്ടുണ്ടോ? അത് പ്രസിഡന്റ് ഈ വഴി സഞ്ചരിക്കാറുണ്ടോ? കോഴിപ്പള്ളി മേഖലയിലേക്ക് വരുമ്പോൾ ഒന്നെങ്കിൽ കുടിവാറ വഴിയും അല്ലെങ്കിൽ കുരിശിന്റെ വഴിയിലും എവിടെ ചെയ്തു എന്നാണ് ഈ പറയുന്നത്? ഈ വഴിയിൽ ജില്ലാ പഞ്ചായത്തിന്റെ ആസ്തി കിടക്കുന്ന വഴിയാന്ന് കൃത്യമായിട്ട് പറഞ്ഞല്ലോ. അല്ല, ജലജീവൻ മിഷന്റെ ഭാഗമായിട്ട് ഈ പഞ്ചായത്തിലെ റോഡുകളെല്ലാം മെയിൻ്റെനൻസ് ചെയ്ത വഴികളുടെ കാര്യം അറിയാം നമുക്ക്. പഴയ 10-ാം വാർഡിലുള്ള ആ കോഴിപ്പള്ളിയിൽ നിന്ന് മേളിലേക്കുള്ള റോഡുകൾ നന്നായി കിടന്ന റോഡിലേക്ക് വീണ്ടും മെമ്പറുടെ സാന്നിധ്യം വന്ന് സാഹചര്യമൊക്കെ ഉണ്ടായി. ജലജീവൻ മിഷന്റെ പദ്ധതി പ്രകാരം റോഡുകൾ വെട്ടിപ്പൊളിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയല്ലേ റീസ്റ്റോറേഷൻ. ഒരു ഒറ്റ കാര്യം കൊണ്ട് തീർത്തേക്കാം. അദ്ദേഹം ഇവിടെ പറഞ്ഞു ഈ പാർട്ടിക്കാർക്ക് വീട് വെച്ച് കൊടുത്തു എന്ന് പറഞ്ഞു. ഏതെങ്കിലും പാർട്ടിക്കാർക്ക് അർഹതയില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് സൂചിപ്പിച്ചാൽ കൊള്ളാം എന്ന് മാത്രമേ എനിക്ക് എൻ്റെ അടുത്ത് പറയാനുള്ളൂ. പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിനോട് പലരും ചോദിച്ചു, പുടവക്കര മെമ്മോറിയൽ റോഡ് ജില്ലാ പഞ്ചായത്തിൻ്റെ ആണോ പഞ്ചായത്തിൻ്റെ ആണോ? ജില്ലാ പഞ്ചായത്തിൻ്റെ ആണോ പഞ്ചായത്തിൻ്റെ ആണോ എന്നുള്ള ജില്ലാ പഞ്ചായത്തിലേക്ക് വിട്ടുകൊടുത്തു എന്നുള്ളത് ശരിയാണ്. അതുപോലെ തന്നെ അനവധി റോഡുകൾ ജില്ലാ പഞ്ചായത്തിലേക്ക് 6 മീറ്ററോ 8 മീറ്ററോ ഉള്ളതുണ്ട്. പക്ഷേ ജില്ലാ പഞ്ചായത്തിന് വിട്ടുകൊടുത്ത റോഡിൽ പഞ്ചായത്തിന് ഫണ്ട് വയ്ക്കാൻ പാടില്ലെന്നില്ല. ഉണ്ടോ? പഞ്ചായത്തിന് ഫണ്ട് അനുവദിക്കാം, പഞ്ചായത്ത് ഫണ്ട് വയ്ക്കാം. പക്ഷേ അതൊരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് പഞ്ചായത്ത് മെമ്പർമാർ പറയുകയാണ്, വീട് കയറി പറയുന്നു, ഇത് ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ടാണ്, ഞങ്ങൾക്ക് അതുകൊണ്ട് അതിന് ഉത്തരവാദിത്തം ഇല്ല. ഈ വാർഡിൽ മാത്രമല്ല, പല വാർഡിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തിൻ്റെ റോഡ് ജില്ലാ പഞ്ചായത്തിന് വിട്ടുകൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് 6 മീറ്ററിന് വീതിയുള്ള റോഡിന് ജില്ലാ പഞ്ചായത്തിനും ബ്ലോക്ക് പഞ്ചായത്തിനും ഗ്രാമപഞ്ചായത്തിനും ഫണ്ട് വയ്ക്കാം. ഫണ്ട് പരിമിതിയാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. പക്ഷേ അത് ജില്ലാ പഞ്ചായത്തിൻ്റെ റോഡായതുകൊണ്ട് പറ്റില്ല എന്ന് അതങ്ങനെയാണ് പോകുന്നത്. അതുപോലെ തന്നെ ജലജീവൻ മിഷൻ്റെ ഭാഗമായിട്ട് ഇവിടെ വളരെ വിസ്തരിച്ച് പലരും പറഞ്ഞാണ്, ഇന്നും ആ പദ്ധതി അപൂർണമായി കിടക്കുകയാണ്. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലും സെപ്റ്റംബർ മാസത്തിലും ഒക്കെ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഗ്രാമസഭകളിൽ വന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ മെമ്പർമാർ പറഞ്ഞാണ് പല ഗ്രാമസഭകളിലും. പക്ഷേ ഇതുവരെ അതിൻ്റെ പ്രവർത്തനം പോയിട്ടില്ല. അതെടുത്ത കോൺട്രാക്ടർ വർക്ക് ഇട്ടിട്ട് പോയിരിക്കുകയാണ്, റീടെൻഡർ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനോടൊപ്പം ഈ റോഡുകൾ, കുത്തിപ്പൊളിച്ച റോഡുകൾ ജലജീവൻ മിഷൻ്റെ വർക്കിനോടൊപ്പം ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. വർഷങ്ങളായി, 3 വർഷം കഴിഞ്ഞു. ഇതുവരെ ചെയ്ത പാലക്കാട് പഞ്ചായത്തിലെ എനിക്ക് തോന്നുന്നത് 25-30 കിലോമീറ്റർ ദൂരമെങ്കിലും കുത്തിപ്പൊളിച്ചിട്ട് അത് 6-ാം വാർഡിൽ വളരെ ആ ടാങ്കിൻ്റെ അങ്ങോട്ട് പോകുന്ന ഒരു വഴി കിടക്കുന്ന വളരെ ദയനീയമായ അവസ്ഥയാണ്. റോഡോറിക്ഷയോ കാൽനട യാത്രക്കാർക്ക് പോലും കയറി പോകാൻ പറ്റാത്തതാണ്. ഇപ്പോൾ പുടവക്കര മെമ്മോറിയൽ റോഡ് ഈ മട്ടിനായത് ശരിക്കും ജലജീവൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമാണ്. അതിന് പഞ്ചായത്ത് ചെയ്യേണ്ട ഒരു കാര്യം, ആ വാർഡിലെ ഫണ്ട് മാത്രം ഉപയോഗിച്ച് ചെയ്യാതെ പഞ്ചായത്തിൻ്റെ വികസനം ഒന്നിച്ച് കണ്ടുകൊണ്ട് പ്രധാനപ്പെട്ട പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡാണിത്. കാരണം കാരമല പ്രദേശത്ത് 2 ജില്ല അങ്ങനെ ഫണ്ടിടാൻ പറ്റില്ല. പഞ്ചായത്തിന് എന്തുകൊണ്ട് അങ്ങനെ ഇടാൻ പറ്റില്ല? ഞാൻ പറഞ്ഞതാണ്
ഒരു റോഡ് മോശമായി കിടക്കുമ്പോൾ അത് തിരിച്ചിടാണ്ട് എത്രയും പെട്ടെന്ന് ടാർ ചെയ്ത് നന്നാക്കാനുള്ള തീരുമാനമാണ് പഞ്ചായത്തിന്റെ ആവശ്യം. അല്ലല്ല, അത് നോംസ് ആണെന്ന് കൂടി പറയാം. ഞാനും 3-4 ഈ പ്രാവശ്യം വന്ന നോംസിനകത്ത് പഞ്ചായത്ത് മൺ റോഡുകൾ മാത്രം കോൺക്രീറ്റ് ചെയ്യാം എന്നാണ് വന്നത് അല്ലേ പ്രസിഡന്റ്? അല്ല, മൺ റോഡുകളല്ല, മെയിൻ്റനൻസ് ഗ്രാന്റ് വെച്ചുകൊണ്ട് ഈ റോഡിന് മറ്റു വാർഡുകളെ പ്രധാന റോഡായതുകൊണ്ട്, ഞാൻ പ്രശ്നമാണ് പറയാം, പ്രധാന റോഡായതുകൊണ്ട് മറ്റു വാർഡുകൾ നിങ്ങൾ വീതം വെച്ചെടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. ആ വീതം വെക്കുമ്പോൾ അതൊരു സത്യം കേട്ടോ. നമ്മളുടെ എല്ലാ പഞ്ചായത്തുകളിലും 13 മെമ്പർമാരുണ്ട്, അവർക്കൊരു വീതം വെക്കണം. അല്ലേ വാർഡിലോട്ട് എല്ലാം പറ്റില്ല മെമ്പർക്ക് അല്ലേ? വീതം വെക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു റോഡിന് ഫണ്ട് കൂടുതൽ വെക്കേണ്ടതുണ്ട്. അല്ലാതെ വീതം വെച്ച് അപ്രധാനമായ റോഡുകൾ മലമ്പ്രദേശത്ത് ചിലപ്പോൾ ഒരാൾ പോലും താമസമില്ലാത്ത മേഖലകളിലേക്ക് മെമ്പർമാർക്ക് പ്രത്യേക താല്പര്യപ്രകാരം ചില വീടുകളിലേക്ക് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്, ടാർ ചെയ്തിട്ടുണ്ട്, പരിശോധിച്ച് നോക്കാതെ. അതുകൊണ്ട് ഇങ്ങനെയുള്ള റോഡിന് മുൻഗണന കൊടുക്കേണ്ടതായിരുന്നു എന്നാണ് പറഞ്ഞത്. പൊടവക്കര മെമ്മോറിയൽ റോഡിൻ്റെ കാര്യം ഞാൻ വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞതാണ്. ജില്ലാ പഞ്ചായത്തിൻ്റെ ആസ്തിയിലേക്ക് ആ റോഡ് നമ്മൾ വിട്ടുകൊടുത്തുവെങ്കിൽ പോലും പാലക്കാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ആ റോഡിൻ്റെ ശോചനീയാവസ്ഥ അറിഞ്ഞ് അതിന് പൈസ നീക്കി വെച്ച് അതിൻ്റെ പോയി കിടന്ന ഭാഗം മെയിൻ്റെനൻസ് ചെയ്തിട്ടുണ്ട്. പഞ്ചായത്ത് പൈസ വെക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. പഞ്ചായത്ത് അത് കണ്ടുകൊണ്ട് അതിന് ഒരു ഘട്ടത്തിൽ പൈസ വെച്ചിട്ടുണ്ട്. ഈ സമയത്താണ് ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും എന്തിനാണ് എന്നുള്ള ചോദ്യം ഉയരുന്നത്. അത് പഞ്ചായത്ത് പ്രസിഡന്റിനോട് വഴക്കുകൂടി അല്ലെങ്കിൽ കൊതി കുത്തി മുഖം വീർപ്പിച്ച് ഞാൻ തരില്ല എന്ന് പറഞ്ഞ് നിലപാടെടുത്ത് ആ നിലപാടെടുക്കാതെ ഈ പോയി കിടന്ന വിരലിൽ എണ്ണാവുന്ന റോഡുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ആസ്തിയിലേക്ക് പോകുന്ന 6 മീറ്റർ മേളിലുള്ള റോഡെന്ന് പറഞ്ഞത് ഈ പാലക്കാട് പഞ്ചായത്തിൽ വിരലിലെണ്ണാവുന്ന റോഡുകളുള്ളൂ. എന്ത് ആ റോഡുകൾ ചെയ്തില്ല? പാലക്കാട് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം 13 വാർഡിലും എത്ര റോഡുകളാണ് ചെയ്യാൻ കിടക്കുന്നത്? ഈ റോഡുകൾ മുഴുവൻ പാലക്കാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഈ ഒരു വർഷം കിട്ടുന്ന 1 കോടി രൂപയിൽ താഴെയുള്ള വിഹിതം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ വന്ന ഒരു ആക്ഷേപം, ചില വീതം വെപ്പ് ഇവിടെ ഈ 5 വർഷ കാലയളവിനകത്ത് ഒരു പ്രാവശ്യം പോലും വീതം വെച്ചുകൊണ്ടുള്ള ഒരു ഏർപ്പാട് ഈ ഭരണസമിതി നടത്തിയിട്ടില്ല. ഏത് വാർഡിലാണോ പോയി കിടക്കുന്ന റോഡുകൾ അത് പൂർണ്ണമായിട്ടും നന്നാക്കുന്ന നടപടി മാത്രമേ ഭരണസമിതി എടുത്തിട്ടുള്ളൂ. ഒരു മെമ്പർമാരും അത് വീതം വെച്ച് ഈ സമയം വരെ എടുത്തിട്ടില്ല. ഇതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓക്കെ, സമയപരിമിതി മൂലം പല പഞ്ചായത്ത് മെമ്പർമാർക്കും പ്രസിഡന്റ് പറഞ്ഞതിനെ കുറിച്ച് വ്യാപകമായ അഭിപ്രായ വ്യത്യാസമുണ്ട്. ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. സ്വർണം പണയം വെച്ചിട്ട് തിരിച്ചെടുക്കാൻ പ്രയാസപ്പെടുകയാണോ? അല്ലെങ്കിൽ ലേലത്തിൽ പോകുമോ എന്ന ആശങ്കയുണ്ടോ? കയ്യിലെ സ്വർണത്തിന് എവിടെ മികച്ച വില ലഭിക്കുമെന്നറിയാതെ വിഷമിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഉടൻ ആലപ്പാട് ഗോൾഡിലേക്ക് വിളിക്കൂ. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റിലെ അതാത് ദിവസത്തെ വില ഇവിടെ ലഭിക്കും. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും എത്ര പഴയതായാലും ആലപ്പാട് ഗോൾഡ് അന്നുള്ള ദിവസത്തെ മാർക്കറ്റ് വില നൽകി സ്വർണം തിരിച്ചെടുക്കുന്നു. GPay, RTGS, NEFT, ചെക്ക് എന്നിവയുടെ സൗകര്യവും ഉണ്ട്. പണത്തിന്റെ ടെൻഷൻ വേണ്ട. ആലപ്പാട് ഗോൾഡ് നിങ്ങളുടെ സ്വർണത്തിന് വിപണിയിലെ ഏറ്റവും ഉയർന്ന വില നൽകുന്നു. 2001 മുതൽ കേരളത്തിലെ നമ്പർ 1 ഓൾഡ് ഗോൾഡ് പർച്ചേസ് ഷോപ്പായ ആലപ്പാട് ഗോൾഡ് സാധാരണക്കാരെ സഹായിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ജനസേവനമാണ് നമ്മുടെ ലക്ഷ്യം. വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ആലപ്പാട് ഗോൾഡിനെ സമീപിക്കാം. ഞങ്ങൾ സ്വർണത്തിന് യഥാർത്ഥ മൂല്യം നൽകുന്നു. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മുണ്ടക്കയം KK റോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അടുത്ത് അജ്ഫ ബേക്കേഴ്സ് ബിൽഡിംഗിലും കറുകച്ചാലിൽ മല്ലപ്പള്ളി റോഡിലുള്ള ഫെഡറൽ ബാങ്ക് ബിൽഡിംഗിലും പ്രവർത്തിക്കുന്നു. അതുകൂടാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ സർവീസ് ലഭ്യമാണ്. സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇനി ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ മതി. ആലപ്പാട് ഗോൾഡ് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അടുത്തെത്തും. ആലപ്പാട് ഗോൾഡ് എന്നും നിങ്ങളോടൊപ്പം. Mother soothes, Mother cares, Mother protects, Mother finds always reason to smile. Mother stands up for you for everything. Mary Queen's Mission Hospital, Kanirapalli, Kottayam. We care, God cures. Introducing South India's largest sanitary ware showroom, now in Pala. Welcome to Cochin Saniwares, where luxury meets innovation. Here, every leading sanitary ware brand has its own exclusive space, designed to bring their world to life. Step inside and experience the future of your home, with real-time previews that let you see exactly how your bathroom, kitchen, or living spaces will look.
before you decide. കൈകളുടെ അലങ്കാരങ്ങൾക്ക് പരിശുദ്ധ സ്വർണത്തിന്റെ പൊൻപ്രഭയേകാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ബാംഗിൾ ഫെസ്റ്റ്. സമാനതകളില്ലാത്ത ഏറ്റവും പുതിയ ഡിസൈൻ വളകൾക്കൊപ്പം ട്രഡീഷണൽ വളകളുടെ അത്യാകർഷകമായ കളക്ഷനുമായി ഒക്ടോബർ 17 മുതൽ 24 വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ വരൂ. മനസ്സിനിണങ്ങിയ സ്വർണം മിതമായ വിലയിൽ സ്വന്തമാക്കുന്നതിനൊപ്പം അലങ്കാരങ്ങളുടെ പൂർണ്ണത അനുഭവിച്ചറിയാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരു മെമ്പറുടെ വാർഡിൽ ആ എന്ത് വർക്ക് ചെയ്യണം, ഏത് റോഡ് ചെയ്യണമെന്ന് ചെയ്യാനുള്ള കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം പോലും പല മെമ്പർമാർക്കും പഞ്ചായത്ത് പ്രസിഡന്റ് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല ഗ്രാമസഭയിൽ ആക്ഷേപം ഉണ്ടായിട്ടുണ്ട്. മെമ്പർമാരില്ലേ ആർക്കെങ്കിലും ഉണ്ട്, അതുപോലെ പലർക്കും ഉണ്ടായിട്ടുണ്ട്. ഉണ്ട്, അതുകൊണ്ടാണ് വ്യക്തമായിട്ട് പറഞ്ഞത്. അതുപോലെ കോൺഗ്രസിന്റെ പ്രതിനിധി, ഞാനും കോൺഗ്രസിന്റെ പ്രതിനിധി എനിക്ക് പറയാം. ഇവിടെ 85 ലക്ഷം രൂപ കേരഗ്രാമം പദ്ധതിക്ക് കൊടുത്ത് മാത്യു കൊള്ളനാട് MLA. ഇവിടെ 430 കോടി രൂപ റോഡ് ഇവിടെ ബൈപ്പാസ് റോഡ് കൊണ്ടുവന്ന് മാത്യു കൊള്ളനാട് MLA. 5 കോടി രൂപ മാറിയ കരിമര റോഡിന് മാത്യു കൊള്ളനാട് MLA. ഞാൻ പറയാം. അതായത് സജി മാത്യു എന്ന് പറയുന്ന കോൺട്രാക്ടർ മാറിയ കരിമര റോഡിന്റെ ടെൻഡർ എടുത്ത് വർക്ക് ആരംഭിക്കാൻ പോവാ. കോഴിപ്പള്ളി റോഡിന് വർക്ക് ആരംഭിക്കാൻ പോവാ. അതുപോലെ തന്നെ ഈ പഞ്ചായത്തിൽ 1.5 കോടി രൂപ പഞ്ചായത്ത് റോഡിന് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ സംസ്ഥാന, അതായത് MLA കൊണ്ടുവരുന്ന കാര്യങ്ങളെല്ലാം അത് സംസ്ഥാന ഗവൺമെന്റിന്റെ, അത് MLAക്കല്ല. ഈ സംസ്ഥാന ഗവൺമെന്റ് ഇവിടെ നടപ്പിലാക്കുന്ന കാര്യങ്ങൾ അത് MLAയുടെ വ്യക്തമായ പങ്കുണ്ട്. MLAയുടെ നിർദ്ദേശം കൊണ്ട് നടത്തുന്നത്, അല്ലാതെ അത് നടത്തുന്നത് CPMന്റെ ആൾക്കാരും ബാക്കിയുള്ള MLA എന്നുള്ള രീതി പറയരുത്. MP കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പാർക്ക് പഞ്ചായത്തിന്റെ 3 ഹൈമാസ്റ്റ് ലൈറ്റുകൾ, പട്ടക്കുന്ന് സോഫിയ റോഡ് അതുപോലെ തന്നെ എത്രയോ റോഡ്, ഗ്രാമീണ റോഡൊക്കെ 19 ലക്ഷം രൂപ MP ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നിങ്ങൾ തന്നെയാണ് പറഞ്ഞത്. ഈ MLAക്ക് പ്രത്യേകമായി ഒന്നും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞത് നിങ്ങൾ തന്നെയാണ്. അല്ലല്ല ജോഷി, അങ്ങനെയല്ല. അതായത് കേരളത്തിലെ മറ്റ് ഇടതുപക്ഷ MLAമാർക്ക് മുതൽ കേരളത്തിലെ പല MLAമാർക്ക് കിട്ടുന്ന ആനുകൂല്യം കിട്ടുന്നില്ല എങ്കിൽ പോലും അദ്ദേഹം സംസ്ഥാനത്തിന്റെ അനവധിയായ ഫണ്ടുകൾ ഈ പാലക്കാട് കൊണ്ടുവരുന്നത് അഭിമാനപൂർവ്വം എടുക്കുക. ഈ നാട്ടിലെ കേരള കൊടുത്ത് 85 ലക്ഷം പ്രസിഡന്റ് മറന്നുപോയോ? രാജു ജേക്കബാണല്ലോ ആ കേരളത്തിന്റെ പ്രസിഡന്റ് ആയിട്ട് പറയും. അതുപോലെ CPM മറന്നുപോയോ? അത് നിങ്ങളുടെ മുൻ ഏരിയ സെക്രട്ടറിയല്ലേ? അത് കൊണ്ടുവന്ന് മാത്യു കൊള്ളാറില്ലേ? നമുക്ക് പ്രോജക്റ്റുകളൊക്കെ എല്ലായിടത്തും നടക്കുന്നുണ്ട്. വിവിധ ഗ്രാമപഞ്ചായത്തുകൾ ഏറ്റെടുക്കുന്നുണ്ട്. ആ ഗ്രാമപഞ്ചായത്ത് MLA ഫണ്ടിൽ നിന്ന് എന്തിവിടെ ഈ പഞ്ചായത്ത് ചെലവഴിച്ചു എന്നുള്ളതാണ് ചോദ്യം. MLA എവിടെ? ഏത് റോഡ്? ഒരു റോഡും 2 ഹൈമാറ്റ്സും ഉള്ള ഒരു MLAക്ക് ഈ 1 വർഷം, ഈ 5 വർഷം കൊണ്ട് ഈ പാലക്കാട് പഞ്ചായത്ത് കൊണ്ടുവരാൻ സാധ്യമാകുള്ളൂ. എന്ന് പറയുന്നത് MPയുടെ പാലക്കാട് പഞ്ചായത്തിൽ എവിടെ? തോലാകുന്ന റോഡ് എത്ര റോഡ്? ഇത് CB സുനിൽ പറഞ്ഞപ്പോൾ കാര്യമുണ്ട്. പ്രധാനമായും ജൽജീവൻ മിഷന്റെ ഭാഗമായി പൈപ്പ് ലൈനുകൾ പുതുതായി നിർമ്മിക്കേണ്ടി വന്നപ്പോൾ പല റോഡുകളും വെട്ടിപ്പൊളിക്കേണ്ടി വന്നു. നന്നായി കിടന്ന വഴികളടക്കം വെട്ടിപ്പൊളിക്കേണ്ടി വന്നു. അതിൽ 75% റീസ്റ്റോറേഷൻ പണി പൂർത്തീകരിച്ചു കഴിഞ്ഞു. കോഴിപ്പള്ളി മേഖലയിൽ കുറേ റോഡുകൾ റീസ്റ്റോറേഷൻ പൂർത്തീകരിച്ചില്ല. അത് ഇനി പറഞ്ഞ പ്രശ്നമുണ്ട്. അത് പരിഹരിക്കപ്പെടേണ്ടതാണ്. തർക്കമില്ല. അത് ആ വർക്കെടുത്തിയ ആൾ വർക്ക് ഉപേക്ഷിച്ച് പോയാൽ പിന്നീട് വേറെ ആളെ കൊടുത്ത് ഏൽപ്പിച്ചല്ലേ ചെയ്യാൻ കഴിയൂ. അത് കഴിഞ്ഞില്ല എന്നുള്ള കളിയാണ്. എല്ലാവർക്കും അത്ര ദൗർബല്യങ്ങളുണ്ട്. ചിലടത്ത് ജലജീവൻ പദ്ധതിയുടെ പേരിൽ ഇവിടെ വെട്ടിപ്പൊളിച്ച റോഡുകൾ നന്നാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം ജലജീവന്റെ കോൺട്രാക്ടർക്കുണ്ട്. നമ്മൾ വ്യക്തമായി ആവശ്യപ്പെട്ട റോഡുകൾ ജലജീവന്റെ കോൺട്രാക്ടർ ശരിയാക്കിയിട്ടുണ്ട്. ഇത് ശരിയാകാതെ കിടക്കുന്നത് ഡെൻമാർക്കിൽ എന്തോ ചീഞ്ഞു നാറുന്നു എന്ന് പറഞ്ഞതുപോലെ ഈ കോൺട്രാക്ടറും പഞ്ചായത്ത് ഭരണസമിതിയുമായി വ്യക്തമായ അന്തർധാരയുണ്ട്. ഒരു സംശയവും വേണ്ട. ഇത് വ്യക്തമായ തെളിവ് സഹിതം ഞങ്ങൾ ഹാജരാക്കാത്തതാണ്. ആകാശത്തേക്ക് സൂചിപ്പിച്ച പോലെ 20 കിലോമീറ്ററോ 30 കിലോമീറ്ററോ ഒന്നും ഇവിടെ റോഡ് നന്നാക്കാനില്ല. കൃത്യമായിട്ട് പഞ്ചായത്ത് മെമ്പർമാർ എഴുതി തന്ന റോഡുകളുടെ പോയി കിടക്കുന്ന റോഡുകളുടെ എണ്ണം എന്ന് പറയുന്നത് 4 കിലോമീറ്ററിൽ താഴെ മാത്രമാണ്. ഇവിടെ ചുമ്മാ അങ്ങ് എറിയുവാണ് 25 മെമ്പർമാര് പഞ്ചായത്ത് ഭരണസമിതിക്കകത്ത് കൃത്യമായിട്ട് അവരുടെ ലെറ്റർ പാഡിൽ എഴുതി തന്നിട്ടുണ്ട് അവരുടെ വാർഡിൽ എത്ര റോഡ് വെട്ടിപ്പൊളിച്ചിട്ടുണ്ടെന്നുണ്ടെന്ന്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യേണ്ടത്. മെമ്പർമാർക്ക് സ്വന്തം വാർഡിലെ റോഡുകളെ കുറിച്ച് ധാരണയില്ലാത്തതുകൊണ്ടാണ്. എന്റെ കൂടെ ഏതെങ്കിലും ഞാൻ കാണിച്ചു തരാം 25 കിലോമീറ്റർ ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ വാഗ്വാദം ഉന്നയിച്ച് എന്തുകൊണ്ട് ഈ മണികണ്ഠം പാലത്തിൽ ഇത്രയും ഒരു അപകട സാധ്യതയുള്ള പഞ്ചായത്ത് എന്തുകൊണ്ട് അതിനൊരു നടപടി സ്വീകരിച്ചില്ല? വലിയ പ്രൊജക്ടുകൾ ഉണ്ടായിരുന്നു
ദീപക്കെ അത് മനസ്സിലാക്കണ്ടേ? ഈ എന്തുകൊണ്ട് ഇത്രയും വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നു? പഞ്ചായത്ത് എന്ത് നടപടി സ്വീകരിച്ചു അതിനകത്ത്? യെസ്, നമുക്ക് സമയപരിമിതി മൂലം ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കേണ്ടതുണ്ട്. അടുത്ത 5 വർഷക്കാലം BJP ആണ് പാലക്കുഴ ഗ്രാമപഞ്ചായത്തിൽ അധികാരത്തിൽ വരുന്നതെങ്കിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ് ദീപക്? BJP ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ഞങ്ങൾ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്തെന്നാൽ നരേന്ദ്രമോദി സർക്കാർ തരുന്ന പദ്ധതികൾ നിങ്ങൾ കൈയടിച്ചു, അതാണല്ലോ നിങ്ങളുടെ വിജയം, അതടിച്ചു. നരേന്ദ്രമോദി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതികൾ ഈ കൈയടിച്ച ആൾക്കാർ 6000 രൂപ അവിടെ ക്യൂ നിന്ന് മേടിച്ച കഥയൊക്കെ ഞങ്ങൾക്കറിയാം. അത് വിട്, അത് കള കിട്ടുന്നുണ്ട്. അനർഹരായ ആളുകൾക്ക് തരുന്നില്ല. ഇല്ല, നിങ്ങൾ അനർഹരാണെങ്കിൽ തരില്ല. നിങ്ങൾക്ക് ഏത് സൗജന്യം കാശ് മേടിച്ചത് ആയിക്കോട്ടെ. നരേന്ദ്രമോദി സർക്കാർ കൃഷിക്കാർക്ക് തരുന്ന പൈസയാണത്. ഗവൺമെന്റ് പണിയാണ്. എന്തുകൊണ്ടെന്നാ നാളെ ചേട്ടൻ ഇതിനു മുമ്പ് കിട്ടിയായിരുന്നോ? ഇതിനു മുമ്പ് ചേട്ടന് കിട്ടിയായിരുന്നോ? ഇല്ല, ഈ ഒച്ച ഉണ്ടാക്കുന്ന ആളുകൾ ചുമ്മാ ഒച്ച ഉണ്ടാക്കാതെ കാര്യം മനസ്സിലാക്കുക. ഒരു പദ്ധതിക്ക് ഒരു പൈസ തരുമ്പോൾ നിങ്ങൾ ഒച്ച ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഈ പദ്ധതി ഇതിനു മുമ്പ് നിങ്ങൾക്ക് കിട്ടിയതാണോ ഇല്ലയോ എന്ന് ചിന്തിക്കുക. അതാ പറഞ്ഞത്, കേന്ദ്ര സർക്കാർ തരുന്ന പദ്ധതി പഞ്ചായത്തിൽ ഞങ്ങൾ ആദ്യമേ നിങ്ങൾ വലിയ കൈയടിച്ചു. ഞങ്ങൾ ഈ യഥാർത്ഥ പദ്ധതികൾ മാത്രം ജനങ്ങളിലേക്ക് എത്തിച്ചാൽ ഇവിടെ യഥാർത്ഥ വികസനമായി. ഒരു പദ്ധതികൾ പോലും ഇവിടെ യഥാർത്ഥ സമയം എത്തുന്നില്ല. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്നത് അത് താഴെത്തട്ടിലേക്ക് കേരളത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ പേര് മാറ്റി വരുന്നു, പഞ്ചായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ അടുത്ത പേര് മാറ്റി വരുന്നു. ഈ വികസനം എന്ന് പറയുന്നത് ഇപ്പം പ്രസിഡന്റ് ആദ്യം സൂചിപ്പിച്ച പോലെ വികസന രേഖ ഇറക്കി ഫോട്ടോഷൂട്ടാണ് നടന്നത്. അതുപോലെ ഈ ഓരോ എന്ന് പറയുന്ന പോലെയല്ല, കൃത്യമായിട്ട് തന്നെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ യഥാസമയം പഞ്ചായത്തിലേക്ക് എത്തിച്ചുകൊണ്ട് മാത്രം ജോലി ചെയ്താൽ മതി. വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് നരേന്ദ്രമോദി സർക്കാർ എല്ലാം ചെയ്യുന്നുണ്ട്. അത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സാധാരണക്കാരിലേക്ക് എത്തിച്ചു കൊടുത്താൽ മാത്രം മതി. അഴിപ്പ കൈയടിച്ച ആൾക്കാരൊന്നും പറയാനില്ല നിങ്ങൾക്ക്. ഇതാണ് BJP ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് BJPക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. മോദി സർക്കാർ ഈ നടപ്പാക്കുന്ന പദ്ധതികളുടെ ഒക്കെ മുന്നിൽ കൊണ്ടുവന്ന് ഫോട്ടോ വെക്കണം ഞങ്ങളാണോ? അതിനൊരു മറുപടി പറഞ്ഞാൽ മതി. പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഏത് പദ്ധതി കൊണ്ടുവന്നാലും അതിന്റെ മുന്നിൽ കൊണ്ടു വെക്കണം ഞങ്ങളാണോ? ഞങ്ങൾ എവിടെ വെച്ചിട്ടുണ്ട്? ഞങ്ങൾ ലൈഫ് ഭവന പദ്ധതിയിൽ വീട് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ വെച്ചിട്ടുണ്ടോ? ഞങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫോട്ടോ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടോ? പിണറായി വിജയന്റെ ഫോട്ടോ ഞങ്ങൾ സർക്കാർ ഓഫീസുകളെല്ലാം തന്നെ അത് അല്ലല്ല അങ്ങനെ അടച്ചാക്ഷേപനൊക്കെ പ്രധാനമന്ത്രി മോദിയുടെ ഫോട്ടോയിൽ അതിനു മുമ്പ് ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, ഏത് പ്രധാനമന്ത്രി അവരുടെ ആ പദ്ധതിയാണ്. PM സ്കൂൾ പദ്ധതി വന്നു. എന്തുകൊണ്ട് അടുത്ത വർഷം ലാസ്റ്റ് അംഗീകരിച്ചത്? കൃത്യമായിട്ട് ഫണ്ട് മേടിച്ചെടുക്കാൻ. ശിവൻകുട്ടിക്ക് ഇപ്പോൾ ബോധോദയം വന്നു, അതുകൊണ്ട് പുള്ളിയെ ഫണ്ട് മേടിച്ചെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിനകത്ത് കക്ഷി രാഷ്ട്രീയം പ്രധാനമന്ത്രിയുടെ വേദമെന്നോട് അവിടെ പഠിപ്പിക്കുന്നത്. കുട്ടികൾ സിലബസ് മാറി പഠിക്കണം, അതാണ് ഇവിടെ വേണ്ടത്. ബോധമുള്ള ശിവൻകുട്ടി വന്നു, അദ്ദേഹം ഞങ്ങൾ സ്വാഗതം ചെയ്യുവാണ്. UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രധാന കാര്യങ്ങൾ. അതിനു മുമ്പ് ആസ്തിയിലുള്ള റോഡുകൾക്ക് മാത്രമാണ്, പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞാണ്, ആസ്തിയിലുള്ള റോഡുകൾക്ക് മാത്രമാണ് ഫണ്ട് വെച്ചതെന്നുള്ള രീതിയിൽ പറഞ്ഞായിരുന്നു. അത് ആസ്തിയിലില്ലാത്ത പാറയിടുക്കിൽ നടപ്പാതയ്ക്ക് ആസ്തിയിൽ പോലും ഇല്ലാത്തതിനെ കോൺക്രീറ്റ് ചെയ്ത് തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ കൊടുത്തത് അതിന് മറുപടി പ്രസിഡന്റ് പറയണം. ഞാൻ മണ്ഡലം പ്രസിഡന്റിനെ വെല്ലുവിളിക്കുക. ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്ത് ആസ്തിയിലില്ലാത്ത ഒരു റോഡ് ചെയ്തു എന്ന് നിങ്ങൾ തെളിയിക്കുകയാണെങ്കിൽ അന്നേരം നിങ്ങൾ പറയുന്നതിന് അന്നേരം മറുപടി ഞാൻ പറയാം. ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്തിൽ നിങ്ങൾ പാറ ഇടിക്കില്ല എന്ന് നിങ്ങൾ പറഞ്ഞു. പാറ ഇടിക്കില്ല എന്ന് പറയുന്ന റോഡ് ഈ ഭരണസമിതിയുടെ കാലത്ത് ചെയ്തിട്ടില്ല. ഒന്നിനും ഒരു സംവാദത്തിന് വരുമ്പോഴെങ്കിലും കൃത്യമായിട്ട് പഠിച്ചിട്ട് വരിക. ഈ ഭരണസമിതിയുടെ കാലയളവിൽ ആകെ 15 റോഡേ ചെയ്തിട്ടുള്ളൂ. ഈ പഞ്ചായത്ത് ഭരണസമിതി വന്നേ പിന്നെ ആകെ 2 റോഡേ പഞ്ചായത്തിലേക്ക് രജിസ്റ്റർ ചെയ്തെടുത്തിട്ടുള്ളൂ. അത് സെക്രട്ടറിയുടെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്താണ് എടുത്തിട്ടുള്ളത്. 2 റോഡേ എടുത്തിട്ടുള്ളൂ. പിന്നെ പഞ്ചായത്ത് ഭരണസമിതി ആസ്തിയിലില്ലാത്ത റോഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് രേഖ കൊണ്ടുപോവാ. പാറ ഇടിക്കൽ റോഡ് എന്ന് പറയുന്ന ഈ ഭരണസമിതിയുടെ കാലത്ത് ചെയ്ത പഞ്ചായത്ത് പ്രസിഡന്റ് ഇതിന് മുമ്പ് ഈ 10 വർഷത്തിനിടയ്ക്ക് നടപ്പാക്കിയത് തന്നെയാ. കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് നടപ്പാക്കിയതാ. 5 വർഷമായുള്ള പ്രസിഡന്റായിട്ട് അല്ല, മുൻ LDF തന്നെയാണ് ഇതിനു മുമ്പും ഭരിച്ചോണ്ടിരുന്നത്. അതുകൊണ്ട് ഇതിന് മുമ്പ് അടുത്ത 5 വർഷം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രധാന വികസനം ആ ഭരണസമിതിയിൽ തന്നെയാണ് LDF ഭരിച്ചോണ്ടിരുന്നപ്പോൾ തന്നെ ചെയ്തത്. അത് ഇവിടെയുള്ള പഞ്ചായത്ത് മെമ്പറുടെ വീട്ടിലേക്കുള്ള റോഡാ വെട്ടിയത്. പറയൂ, അത് വികസനം എന്താണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? പാലക്കുഴയിൽ അധികാരത്തിൽ വന്നാൽ പാലക്കുഴയിൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നടപ്പാക്കിയാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. സ്ട്രീറ്റ് ലൈറ്റുകളുടെ എല്ലാം പരിപാലനം വളരെ കൃത്യതയോടുകൂടി നടപ്പാക്കും. അതുപോലെ റോഡുകളുടെ, ഗ്രാമീണ റോഡുകളുടെ എല്ലാം പരിപാലനം വളരെ കൃത്യതയോടുകൂടി നടപ്പാക്കും. കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളും ആരോഗ്യ മേഖലയിലും അതുപോലെയുള്ള പ്രവർത്തനങ്ങൾ എല്ലാ തലത്തിലും, പശ്ചാത്തല മേഖലയിലും ആരോഗ്യ മേഖലയിലും സേവന മേഖലയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും കർഷകർക്ക്, സാധാരണക്കാർക്ക്, തീരെ പാവപ്പെട്ടവർക്കുള്ള പദ്ധതികൾ
കുടുംബശ്രീകൾക്കും അതുപോലെയുള്ള തൊഴിലുറപ്പ് പദ്ധതികളിലുള്ളവർക്കും ആശാപ്രവർത്തകർക്കും ഉള്ള പുതിയ രീതിയിലുള്ള പദ്ധതികൾ നടപ്പാക്കി അവർക്ക് എല്ലാവിധ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കും എന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. അല്ലല്ലോ, ഒരു കാര്യമുണ്ട്. ഇത് ഈ UDF-ഉം LDF-ഉം പറയുന്ന വരുന്ന 5 വർഷക്കാലം ഇവർ എന്ത് ചെയ്യുന്നു അതിനൊരു പ്രസക്തിയില്ല. കാരണം എന്ന് വെച്ചാൽ ഈ 10 വർഷക്കാലം പല പഞ്ചായത്ത് ഭരിച്ചത് LDF-ഉം അതിന് മുമ്പത്തെ കാലങ്ങളിൽ മാറി മാറി ഭരിച്ചത് UDF-ഉം ആണ്. ഇവർ കൃത്യമായിട്ട് ഈ വികസനങ്ങൾ ഇവിടെ എത്തിയിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ അമേരിക്കക്കാരും വലിയ സിറ്റി ആയി പോകുന്നില്ല. ഇവിടെ എന്തുകൊണ്ടായില്ല? മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇനി മത്സരിക്കണം വേണോ എന്ന് തീരുമാനമായിട്ടില്ല. വാർഡ് വനിതയാണോ? വനിതാ വാർഡാണ്. അപ്പോൾ മത്സരിക്കും. പിന്നെ എനിക്ക് പറയാനാണെങ്കിൽ ഇപ്പോൾ വഴികളുടെ പ്രാധാന്യം പറഞ്ഞു. സഞ്ചാരയോഗ്യമല്ലാത്ത വഴികൾ എല്ലാം കണ്ടെത്തി അത് ചെയ്തു എന്ന് പറഞ്ഞു. എൻ്റെ വാർഡിൽ തന്നെ 2 വഴികളുടെ ഒരു ദുരിതാവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദയനീയമാണ്. ഒന്ന് അമ്പാട്ട് ഭാഗം അയ്യമ്പേലി താഴം, ഒന്ന് മുട്ടാശ്ശേരി താഴം നെലിച്ചോട് ഭാഗം റോഡ് കിടക്കണേ. ഇന്നലെ ജനങ്ങളും ഞങ്ങളെല്ലാവരും കൂടി ആ ഒരു ഭാഗത്തെ വഴികൾ, അതായത് ലൈഫിൻ്റെ വീട് പണിയാൻ നേരത്ത് അതിലൂടെ മണ്ണ് ലോഡും പടി ഇറക്കിക്കൊണ്ട് വന്ന ആ വഴികൾ വളരെ ശോചനീയാവസ്ഥയായിരുന്നു. ആ വഴികൾ പ്രസിഡന്റ് പറഞ്ഞു ജൂൺ മാസത്തിലോ ജൂലൈ മാസത്തിലോ എന്തൊക്കെ ചെയ്തു കൊടുക്കാമെന്ന് അവരോട് പറഞ്ഞു എന്ന് ഇന്നലെ എന്നോട് പറഞ്ഞു. അവിടെയുള്ള വ്യക്തികൾ തന്നെ ഇന്നലെയാണ് പറഞ്ഞത്. എന്നിട്ട് അവിടെ ഞങ്ങൾ തന്നെ ഫണ്ട് ഉണ്ടാക്കി അവിടെ 2 സൈഡും ഇപ്പം ഇന്നലെ കോൺക്രീറ്റ് ചെയ്തൊരു ഭാഗമാണ്, കുറച്ച് ഭാഗം. അപ്പോൾ ഇലക്ഷൻ വർക്ക് തുടങ്ങി. ഇലക്ഷൻ വർക്ക് തുടങ്ങിയതല്ല, അവിടെ അപകടങ്ങൾ ഉണ്ടായതിന് ശേഷമാണ്. അമ്പാട്ട് ഭാഗം അയ്യമ്പലി താഴം അവിടെ 2 വ്യക്തികൾ അവിടെ വീണ്, ഒരു സ്ത്രീ അവിടെ ഒരു 2 വീലർ പോലും അതിലൂടെ ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റാത്തൊരു കാലഘട്ടം ഇതിലാണ് കിടക്കുന്നത്. ആ സ്ഥിതിയിലാണ് കിടക്കണ വഴി. പ്രസിഡന്റ് അതിലൂടെ ഒന്ന് പോയി നോക്കിയാൽ അറിയാം ആ വഴിയുടെ സ്ഥിതിവിശേഷം എന്താണെന്നുള്ളത്. അപ്പോൾ അവരുള്ളവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മെമ്പർ ചെയ്യിക്കാഞ്ഞിട്ടാണെന്നുള്ളത്. പക്ഷേ മെമ്പർ ചെയ്യിക്കാഞ്ഞിട്ടില്ല. ആ ഫണ്ട് അവിടെ വെക്കണമായിരുന്നു. ഞാൻ എൻ്റെ ഈ വർഷത്തെ ഫണ്ട് കാര്യം ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു വഴിയും പോയി കിടപ്പുണ്ട്. ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിനും നമ്മുടെ പഞ്ചായത്തിൻ്റെ ഫണ്ട് വയ്ക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഒരു പഞ്ചായത്തിൻ്റെ വഴിയെ സംബന്ധിച്ചിടത്തോളം അതൊരു 3 അല്ലെങ്കിൽ ഒരു 3.5 മീറ്റർ വീതിയേ ഉള്ളൂ. ജില്ലാ പഞ്ചായത്തിൻ്റെ വഴി എന്ന് പറയുമ്പോൾ ഒരു 6 മീറ്ററോളം വീതിയിൽ കിടക്കുന്നതാണ്. വണ്ടിക്ക് എതിലെ വേണേലും വെട്ടിച്ച് കയറ്റി കൊണ്ടുപോകാം, ആ ഒരു സ്ഥിതിയാണ്. പക്ഷേ ഈ പഞ്ചായത്ത് റോഡിൻ്റെ ഒരു വണ്ടി, ഒരു 4 വീലർ വന്നു കഴിഞ്ഞാൽ ഒരു 2 വീലറിന് ആ സൈഡിൽ കൂടെ പോകാൻ സാധിക്കും. അപ്പോൾ റോഡിനാണ് മുഖ്യ പ്രാധാന്യം നൽകാൻ അടുത്ത പ്രാവശ്യം ഉദ്ദേശിക്കുന്നത്. റോഡിനല്ല, ജനങ്ങൾ ഒന്നോട് അധികാരത്തിൽ വന്നാൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അസന്തുലിതമായ വികസനമായിരുന്നു പാലക്കാട് ഗ്രാമപഞ്ചായത്തിന് മുമ്പുണ്ടായിരുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ എല്ലാ മേഖലയും ഒരുമിച്ച് കണ്ട് എല്ലാ പ്രദേശത്തും വികസനം എത്തിക്കുന്ന പ്രവർത്തനങ്ങൾക്കാണ് തുടക്കം കുറിച്ചത്. 10 വർഷം കൊണ്ട് പൂർത്തിയായെന്നും അവകാശപ്പെടാനില്ല. എല്ലാ വികസന പ്രശ്നങ്ങളും എല്ലാ വികസന ആവശ്യങ്ങളും 10 വർഷം കൊണ്ടൊന്നും തീരില്ല. തീർച്ചയായും കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ തുടർച്ചയിൽ ഈ പഞ്ചായത്ത് ഭരണസമിതി ഏറ്റെടുത്തതും അത്തരം പ്രത്യേക ലക്ഷ്യബോധത്തോടെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനാണ്. തുടർച്ചയായി ഇനി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പഞ്ചായത്ത് ഭരണസമിതി വരുമ്പോൾ തീർച്ചയായും ഏറ്റെടുക്കാൻ പോകുന്നതും അതിൻ്റെ തുടർച്ച തന്നെയായിരിക്കും. പല കാര്യങ്ങളും ഇവിടെ ആളുകൾ പറഞ്ഞു. ചിലതൊക്കെ UDF വന്നാൽ എന്തായിരിക്കും, എന്ത് ചെയ്യും, ലൈറ്റ് ഇടും, അതിടുന്നു. UDF വരാതിരിക്കാൻ ആഗ്രഹിച്ചതാണ് കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്. ആ ഗവൺമെൻറ് അല്ലായിരുന്നെങ്കിൽ കേരളത്തിൽ എന്താകുമായിരുന്നു? വയനാട് ദുരന്തം UDF-ന്റെ കാലത്തായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്ന ബോധ്യം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. പല പ്രത്യേക പദ്ധതികൾ വരുമ്പോഴും അത്തരം കാര്യങ്ങളുണ്ട്. അപ്പം അതിനെല്ലാം ഉത്തരമാണ് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഉത്തരവാണ് കഴിഞ്ഞ 10 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ പഞ്ചായത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ. അത് തുടരും. അതിവേഗത്തോടെ ഈ ജനങ്ങൾ ആ പ്രശ്നങ്ങളെ വളരെ ഗൗരവത്തോടെ ഏറ്റെടുക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. യെസ് പ്രസിഡന്റേ, വനിതാ വാർഡാണോ? വനിതാ വാർഡാണോ നമ്മുടെ? അല്ല, പ്രസിഡന്റ് ഇപ്പൊ മത്സരിക്കുന്ന വാർഡ് വനിതയാണോ? എവിടെ വേണേലും നിൽക്കാം. അപ്പൊ പ്രസിഡന്റ് 13 വാർഡിൽ എവിടെ വേണേലും 14 ഇപ്പൊ വാർഡല്ലേ, എവിടെ വേണേലും നിൽക്കാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ പ്രസിഡന്റ് ഒന്നുകൂടെ ജയിച്ചു വന്നാൽ മനസ്സിൽ ഇനി എൻ്റെ പഞ്ചായത്തിൽ ഞാൻ ഇനി ചെയ്തു തീർക്കാനുള്ള ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയെ കുറിച്ച് എന്താണ്? സ്വപ്ന പദ്ധതി ചെയ്തു തീർക്കാൻ നമ്മുടെ ക്രിമിറ്റോറിയത്തിൻ്റെ പദ്ധതി നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഏകദേശം 60 ലക്ഷം രൂപയാണ് ഈ പഞ്ചായത്ത് അതിനു വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളത്. വിവിധ ഘട്ടങ്ങളിലായിട്ട് നടപ്പാക്കാനാണ്. വരും വർഷങ്ങളിൽ അതിൻ്റെ ക്രിമിറ്റോറിയത്തിൻ്റെ പണി പൂർത്തീകരിക്കണമെന്നുള്ളത് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ പ്രധാനമായിട്ടും ഫോക്കസ് കൊടുക്കേണ്ടത് ആ പദ്ധതിക്ക് കൊടുക്കും. അതുപോലെ തന്നെ കുടിവെള്ളം നമുക്ക് വരുന്ന ഈ ഭരണസമിതി അധികാരത്തിൽ വന്നാൽ ആദ്യം തന്നെ നമ്മുടെ കുടിവെള്ളം കമ്മീഷൻ ചെയ്യുന്നതിനുള്ള പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകും. അതുപോലെ തന്നെ നമ്മുടെ മാലിന്യ രംഗത്ത് നമ്മൾ ഇപ്പോൾ കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾ അത് തുടർന്ന് കൊണ്ടുപോകുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നല്ല ഭംഗിയായിട്ട് നടത്തിക്കൊണ്ട് പോകും. ആരോഗ്യ മേഖലയിലും അതുപോലെ തന്നെ കാർഷിക മേഖലയിലും ഉണ്ടാക്കിയിട്ടുള്ള വളർച്ചകൾ, തുടർ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഈ മുന്നണി ശ്രമിക്കുന്നതാണ്. ഓക്കെ, പാലക്കുഴ പഞ്ചായത്തിലെ ചർച്ച ഇവിടെ അവസാനിക്കുമ്പോൾ പാലക്കുഴയിൽ ഇനിയും ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ വരാനുണ്ട് എന്നാണ് ഇവിടെ എല്ലാവരും പറയുന്നത്. എന്നിരുന്നാൽ പോലും
തനത് ഫണ്ട് കുറവുള്ള ഒരു ഗ്രാമപഞ്ചായത്ത് എന്നുള്ള നിലയിൽ പ്ലാൻ ഫണ്ട് മാത്രം ഉപയോഗിച്ച് വേണം ഇവർക്ക് കൂടുതൽ വികസന പ്രവർത്തനം നടത്താൻ. വരുന്ന കാലങ്ങളിലെങ്കിലും ജില്ലാ പഞ്ചായത്തും MLAയും MP യും എല്ലാം കൂടെ ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ വികസനം കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു പഞ്ചായത്തിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. സ്വർണം പണയം വെച്ചിട്ട് തിരിച്ചെടുക്കാൻ പ്രയാസപ്പെടുകയാണോ? അല്ലെങ്കിൽ ലേലത്തിൽ പോകുമോ എന്ന ആശങ്കയുണ്ടോ? കയ്യിലെ സ്വർണത്തിന് എവിടെ മികച്ച വില ലഭിക്കുമെന്നറിയാതെ വിഷമിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഉടൻ ആലപ്പാട് ഗോൾഡിലേക്ക് വിളിക്കൂ. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റിലെ അതാത് ദിവസത്തെ വില ഇവിടെ ലഭിക്കും. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും എത്ര പഴയതായാലും ആലപ്പാട് ഗോൾഡ് അന്നുള്ള ദിവസത്തെ മാർക്കറ്റ് വില നൽകി സ്വർണം തിരിച്ചെടുക്കുന്നു. GPay, RTGS, NEFT, ചെക്ക് എന്നിവയുടെ സൗകര്യവും ഉണ്ട്. പണത്തിന്റെ ടെൻഷൻ വേണ്ട. ആലപ്പാട് ഗോൾഡ് നിങ്ങളുടെ സ്വർണത്തിന് വിപണിയിലെ ഏറ്റവും ഉയർന്ന വില നൽകുന്നു. 2001 മുതൽ കേരളത്തിലെ നമ്പർ 1 ഓൾഡ് ഗോൾഡ് പർച്ചേസ് ഷോപ്പായ ആലപ്പാട് ഗോൾഡ് സാധാരണക്കാരെ സഹായിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ജനസേവനമാണ് നമ്മുടെ ലക്ഷ്യം. വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ആലപ്പാട് ഗോൾഡിനെ സമീപിക്കാം. ഞങ്ങൾ സ്വർണത്തിന് യഥാർത്ഥ മൂല്യം നൽകുന്നു. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മുണ്ടക്കയം KK റോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അടുത്ത് അജ്ഫ ബേക്കേഴ്സ് ബിൽഡിംഗിലും കറുകച്ചാലിൽ മല്ലപ്പള്ളി റോഡിലുള്ള ഫെഡറൽ ബാങ്ക് ബിൽഡിംഗിലും പ്രവർത്തിക്കുന്നു. അതുകൂടാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ സർവീസ് ലഭ്യമാണ്. സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇനി ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ മതി. ആലപ്പാട് ഗോൾഡ് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അടുത്തെത്തും. ആലപ്പാട് ഗോൾഡ് എന്നും നിങ്ങളോടൊപ്പം. Mother soothes, Mother cares, Mother protects, Mother finds always reason to smile. Mother stands up for you for everything. Mary Queen's Mission Hospital, Kanirapalli, Kottayam. We care, God cures. Introducing South India's largest sanitary ware showroom, now in Pala. Welcome to Cochin Saniwares, where luxury meets innovation. Here, every leading sanitary ware brand has its own exclusive space, designed to bring their world to life. Step inside and experience the future of your home, with real-time previews that let you see exactly how your bathroom, kitchen, or living spaces will look before you decide. കൈകളുടെ അലങ്കാരങ്ങൾക്ക് പരിശുദ്ധ സ്വർണത്തിന്റെ പൊൻപ്രഭയേകാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ബാംഗിൾ ഫെസ്റ്റ്. സമാനതകളില്ലാത്ത ഏറ്റവും പുതിയ ഡിസൈൻ വളകൾക്കൊപ്പം ട്രഡീഷണൽ വളകളുടെ അത്യാകർഷകമായ കളക്ഷനുമായി ഒക്ടോബർ 17 മുതൽ 24 വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ വരൂ. മനസ്സിനിണങ്ങിയ സ്വർണം മിതമായ വിലയിൽ സ്വന്തമാക്കുന്നതിനൊപ്പം അലങ്കാരങ്ങളുടെ പൂർണ്ണത അനുഭവിച്ചറിയാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു.